الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ما بعد ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, ഉംദത്തുൽ അഹ്കാമിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത അധ്യായം ബാബുൽ ജംഇ ബൈന സ്വലാത്തൈനി ഫി സഫർ, യാത്രയിൽ രണ്ട് നിസ്കാരങ്ങൾ ജംഅ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കാര്യമായിരുന്നു. അപ്പോൾ നമ്മൾ ജംഅ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മസ്അലകളാണ് വിശദീകരിച്ചത്. അവിടെ നമ്മൾ ആകത്തുക പറഞ്ഞ കാര്യം എപ്പോഴാണ് ജംഅ് അനുവദിക്കപ്പെടുക എന്നുള്ള കാര്യമാണ്. എപ്പോഴാണ് ജംഅ് അനുവദിക്കപ്പെടുക? ഓപ്ഷൻ തരാം. യാത്രയിൽ, വീട്ടിൽ, നമുക്ക് പ്രയാസം തോന്നുന്ന സമയത്ത്. അതെ, മൂന്നാമത്തെ കാര്യം അൽ മശഖ, പ്രയാസമുള്ള സമയത്താണ് ജംഅ് അനുവദിക്കപ്പെടുന്നത്. അതല്ലാതെ യാത്രയുമായി യഥാർത്ഥത്തിൽ ജംഇന് ബന്ധമില്ല. എന്നാൽ യാത്ര എന്നുള്ളത് പ്രയാസം വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമായതിനാൽ യാത്രയിലാണ് പൊതുവെ ആളുകൾക്ക് ജംഅ് ചെയ്യേണ്ടി വരാറ്. ചില ആളുകൾ ധരിച്ചതുപോലെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ജംഅ് ചെയ്യണം എന്നില്ല. മറിച്ച് യാത്രയുടെ അസ്ൽ ഖസ്റാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ അധ്യായം അതാണ്. മറിച്ച് യാത്രയിൽ അഫ്ളലായിട്ടുള്ളത് ഓരോ വക്തും അതാത് സമയത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഒരാൾക്ക് സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എളുപ്പമാകുന്നത് രണ്ടും കൂടി ജംഅ് ചെയ്യലാണ് എങ്കിൽ അയാൾക്ക് ജംഅ് ചെയ്യാം. ഏതാണ് ഏറ്റവും ഒരാൾക്ക് എളുപ്പം അത് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മൾ അവിടെ അവസാനം പറഞ്ഞ കാര്യം, ഒരു വ്യക്തി യാത്രയിൽ ഒരു സ്ഥലത്ത് ഇറങ്ങി താമസിക്കുകയാണ്. അയാൾ അവിടെ ഇറങ്ങി താമസിക്കുകയാണെങ്കിൽ അയാൾക്ക് അവിടെ അഫ്ളലായിട്ടുള്ളത് ഓരോന്നും അതാത് വക്തിൽ നിസ്കരിക്കുക എന്നുള്ളതാണ്. ഇനി അതല്ല, യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്ന, സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഒരുമിച്ച് തന്നെ ജംഅ് ചെയ്യുക എന്നുള്ളതാണ് അഫ്ളൽ. ഏത് ഘട്ടത്തിലും ഏത് രൂപത്തിലും ചെയ്യുന്നതിൽ തെറ്റില്ല. കാരണം എല്ലാം അഫ്ളലിയത്താണ്. അതുകൊണ്ട് ജംഉമായി ബന്ധപ്പെട്ട കാര്യം അതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ട ജംഉമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടി പറഞ്ഞുകൊണ്ട് ഖസ്റിലേക്ക് പോകാം. അത് ജംഇനെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ ഉള്ള ഒരു അഭിപ്രായ വ്യത്യാസമാണ്. ജംഅ് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് എന്നുള്ളത്. അഥവാ ജംഅ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ചിലർ പറഞ്ഞു രണ്ട് നിസ്കാരം കൂടി അത് ഒരൊറ്റ നിസ്കാരം പോലെ ആകുകയാണ് എന്നാണ് അഭിപ്രായം പറഞ്ഞത്. രണ്ടാമത്തെ വിഭാഗം പറഞ്ഞു രണ്ടും കൂടി ഒരു വക്തിൽ നിസ്കരിക്കുക എന്നുള്ളതാണ് ജംഅ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ വ്യത്യാസം പറഞ്ഞപ്പോൾ എന്താണ് അതുകൊണ്ടുള്ളൊരു ഫായിദ എന്ന് ചിലപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞിട്ടുണ്ടാവില്ല. അതിന്റെ ഫായിദ എന്ന് പറയുന്നത്, ഒന്നാമത്തെ വിഭാഗത്തിന്റെ അഭിപ്രായ പ്രകാരം ജംഅ് ശരിയാകണമെങ്കിൽ ഒരു നിസ്കാരം നിസ്കരിച്ചു ഉടനെ തന്നെ അടുത്ത നിസ്കാരം നിസ്കരിച്ചിരിക്കണം, എന്നാലാണ് ജംഅ് ശരിയാവുക. ഉദാഹരണത്തിന് ളുഹറും അസ്റും ജംഅ് ചെയ്യേണ്ട ഒരു വ്യക്തി ളുഹർ നിസ്കരിച്ചിട്ട് പിന്നെ പോയി വെള്ളമൊക്കെ കുടിച്ചു വന്ന്, പിന്നെ അല്ലെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ചു വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞു വന്നിട്ട് ജംഅ് അസ്ർ നിസ്കരിച്ചാൽ അത് ജംഅ് ശരിയാവൂല എന്നാണ്. എന്നാൽ ശരിയായ അഭിപ്രായമായി പറയുന്നത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്, അതുപോലെ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹി കിതാബിൽ ശരിയായ അഭിപ്രായമായിട്ടൊക്കെ തിരഞ്ഞെടുക്കുന്നത്, ജംഅ് എന്ന് പറയുന്നത് രണ്ടും കൂടി ഒരു വക്തിൽ നിസ്കരിക്കുക എന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരാൾ ളുഹർ നിസ്കരിച്ചു, അയാൾക്ക് അപ്പോൾ യാത്രയുടെ ഒരു ഉദ്ദേശമൊന്നും ഉണ്ടായിട്ടില്ല. ളുഹർ സാധാരണഗതിയിൽ ജമാഅത്ത് നിസ്കരിച്ചു. പിന്നെയാണ് അയാൾ ഒരു 2 മണി 2:30 ആയപ്പോൾ പെട്ടെന്നൊരു യാത്ര പോകേണ്ടതുണ്ട് എന്ന കാര്യം തീരുമാനിക്കുന്നത്. ആ യാത്രയിൽ പ്രവേശിച്ചാൽ പിന്നീട് നിസ്കരിക്കാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും, എവിടെയും നിൽക്കുകയില്ല, മഗ്രിബിന് ശേഷമേ എവിടെയെങ്കിലൊക്കെ നിൽക്കുകയുള്ളൂ എന്നൊരാൾക്ക് ഒരവസരം ഉണ്ടായാൽ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ ഉടനെ തന്നെ അയാൾക്ക് ആ അസ്റും കൂടി ആ വക്തിൽ നിസ്കരിക്കാം. അഥവാ ളുഹറും അസ്റും ഒരുമിച്ച് തന്നെ ദമ്മാക്കിക്കൊണ്ട് ഒരുമിപ്പിച്ച് നിസ്കരിക്കണം എന്നുള്ളത് ജംഇൽ നിബന്ധനയില്ല. മറിച്ച് ളുഹറിന്റെ വക്തിൽ അസ്ർ നിസ്കരിച്ചാൽ ജംഅ് ശരിയായി. അതാണ് അതിന്റെ വ്യത്യാസം. അതുപോലെ തന്നെ മറ്റൊരു വ്യത്യാസമാണ്, ആദ്യത്തെ അഭിപ്രായ പ്രകാരം ഒന്നാമത്തെ നിസ്കാരം നിസ്കരിക്കുമ്പോൾ തന്നെ നിയ്യത്ത് വേണം, അസ്ർ കൂടി ജംഅ് ചെയ്യും, അല്ലെങ്കിൽ മഗ്രിബിന്റെ കൂടെ ഇശാ നിസ്കരിക്കുമ്പോൾ ഇശാ കൂടി ജംഅ് ചെയ്യും എന്നുള്ള നിയ്യത്ത് ആദ്യമേ ഉണ്ടായാലേ ജംഅ് ശരിയാകൂ എന്നാണ് ആ വാദത്തിൽ നിന്ന് വരുന്ന കാര്യം. എന്നാൽ രണ്ടാമത്തെ അഭിപ്രായമാണ് എങ്കിൽ അങ്ങനെ ആവശ്യമില്ല. ഒരു നിസ്കാരം, ഒന്നാമത്തെ നിസ്കാരം നിസ്കരിക്കുമ്പോൾ ജംഅ് ചെയ്യേണ്ട ഒരു നിയ്യത്ത് ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഇപ്പോൾ പറഞ്ഞ ഉദാഹരണം പോലെ ഉണ്ടായിരുന്നില്ലെങ്കിലും അയാൾക്ക് രണ്ടാമത്തെ വക്ത് അങ്ങനെ ഒരു ആവശ്യമുണ്ട് എങ്കിൽ ജംഅ് ചെയ്യാവുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതാണ് ജംഉമായി ബന്ധപ്പെട്ട്
മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഏറെക്കുറെ പണ്ഡിതന്മാർ പറഞ്ഞ ഫത്വകളിൽ നിന്നും ഈ വിശദീകരണങ്ങളിൽ നിന്നും പറഞ്ഞതാണ്. ഇതിലപ്പുറവും ആളുകൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടാകാം. ആ സംശയം ഉണ്ടാകുന്ന സമയത്ത് ആ വിഷയത്തിൽ പണ്ഡിതന്മാരെന്താണ് ഫത്വ നൽകിയിട്ടുള്ളത് എന്ന് ഗൗരവത്തിൽ മനസ്സിലാക്കി നമ്മുടെ അമലുകൾ നന്നാക്കാൻ ശ്രദ്ധിക്കണം. എൻ സഹോദരങ്ങളെ, അടുത്ത വിഷയം, അടുത്ത അധ്യായം ബാബു ഖസ്രി സ്വലാത്തി ഫി സഫർ, യാത്രയിൽ ഖസ്റാക്കുന്ന നിസ്കാരം ഖസ്റാക്കുന്നതുമായി ബന്ധപ്പെട്ട അധ്യായം എന്നാണ് കൊടുത്തത്. ഇവിടെ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഇദ്ദേഹത്തിന്റെ ഈ ഫിഖ് പറയുന്നുണ്ട്. ഇദ്ദേഹം ജംഉം ഖസ്റും കൂടി ഒരൊറ്റ അധ്യായത്തിൽ കൊടുത്തിട്ടില്ല, മറിച്ച് ജംഅ ആദ്യം കൊടുത്ത് ഒരു അധ്യായമാക്കിയിട്ട് അതിന്റെ ഹദീസ് കൊടുത്തു. ഖസ്റിന്റെ അധ്യായം വേറൊന്ന് കൊടുത്തിട്ടു അതിലൊരു ഹദീസാണ് കൊടുത്തത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ജംഉം ഖസ്റും തമ്മിൽ എന്തില്ല, ബന്ധമില്ല. ജംഅ വേറെ ഖസ്ർ വേറെ എന്ന് മനസ്സിലാക്കാനാണ്. അതായത് ഖസ്ർ ചെയ്യുന്ന എല്ലാ സ്ഥലത്തും ജംഅ ചെയ്യേണ്ടി വരികയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു യാത്രയിൽ പൊതുവെ ഖസ്റാണ് അഫ്ളൽ, അവിടെ ജംഅ ചെയ്യേണ്ടതില്ല. ഇനി ജംഅ ചെയ്യുന്ന എല്ലാ സ്ഥലത്തും എന്തില്ല, ഖസ്റുമില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജംഇന്റെ പല ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യാത്രയിലല്ലാതെ അനുവദിക്കപ്പെടുന്ന ഖസ്ർ, ഒരാളൊരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുന്നു, അയാൾക്ക് അതിന് ളുഹറിന് ശേഷം ഒരു സമയത്താണ് ഓപ്പറേഷൻ, 2 മണിക്ക് അയാൾ ആ കാര്യത്തിന് പോവുകയാണ്, പിന്നീട് മഗ്രിബിന് ശേഷമേ പുറത്തിറങ്ങുള്ളൂ. അയാളെ സംബന്ധിച്ചിടത്തോളം ഖസ്ർ അനുവദനീയമാണ്, പക്ഷേ ജം അനുവദനീയമല്ല. അഫ്വൻ ജം അനുവദനീയമാണ്, പക്ഷേ ഖസ്ർ അനുവദനീയമല്ല. അല്ലെങ്കിൽ ഇടയ്ക്കിടെ ബാത്റൂമിലൊക്കെ പോയി വുളു എടുത്ത് തിരിച്ചു വരാൻ പ്രയാസമുള്ള നിത്യരോഗികളായ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടും കൂടി ഒരു വക്ത് നിർവഹിക്കലാണ് അവർക്ക് സാധിക്കുക. ഓരോ സമയത്തും വുളു എടുക്കാനൊക്കെ പ്രയാസമുണ്ട്. ചിലപ്പോൾ കോയലുകളും മറ്റുമൊക്കെ ഉണ്ടാകും, അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ബാത്റൂമിൽ പോകാനൊക്കെ പ്രയാസമുണ്ട്. അവർക്ക് ജം ചെയ്യൽ അനുവദനീയമാണ്, പക്ഷെ അവിടെ ഖസ്ർ അനുവദനീയമല്ല. അഥവാ ജം ഉള്ളിടത്ത് എല്ലാ സ്ഥലത്തും ഖസ്ർ അനുവദിക്കപ്പെടില്ല. അതേപോലെ ഖസ്റാക്കുന്ന സ്ഥലത്തൊക്കെ ജം ചെയ്യണമെന്ന് നിബന്ധനയുമില്ല. ഖസ്ർ വേറെ ജം വേറെ, ഇത് രണ്ടും കൂടി ഒത്തുവരുന്നത് പ്രയാസകരമാകുന്ന യാത്രയുണ്ടാകുമ്പോഴാണ്. അവിടെ ഖസ്ർ ചെയ്യുന്നതോടൊപ്പം ജംഉം കൂടി ചെയ്യാവുന്നതാണ് എന്നതാണ് കാര്യം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. എൻ സഹോദരങ്ങൾ, വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന ഒരു വിഷയമാണ് ഈ പറയുന്ന അധ്യായത്തിലുള്ള വിഷയം, അഥവാ ഖസ്റിന്റെയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അതിൽ ഒന്നാമത് നമ്മൾ അധ്യായത്തിൽ തന്നെ പറഞ്ഞ കാര്യം ബാബു ഖസ്രി സ്വലാത്തി ഫി സഫർ, യാത്രയിൽ ഖസ്ർ, നിസ്കാരം ഖസ്ർ ചെയ്യുക എന്നാണ് പറഞ്ഞത്. അതിൽ യാത്ര എന്താണ് എന്ന വിഷയത്തിൽ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഖസ്ർ എന്താണെന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. ഖസ്ർ എന്താണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ അൻ യുസല്ലി റുബാഇയത റക്അത്തൈൻ, 4 റക്അത്തുള്ളത് 2 റക്അത്താക്കുക. ഒറ്റൊരു ഉത്തരേ ഉള്ളൂ ഖസ്ർ എന്ന് പറഞ്ഞാൽ. അതേ ഉള്ളൂ ഖസ്ർ എന്ന് പറയുന്നത്. അതല്ലാതെ നിസ്കാരം ഖസ്റാക്കാൻ പാടില്ല. ഇതും പല ആളുകൾക്കും അറിയാത്തൊരു വിഷയമാണ്. കാരണം ഒരിക്കലും ഒരു സഹോദരൻ ചോദിക്കാൻ മഗ്രിബ് ഖസ്റാക്കാൻ പറ്റുമോ എന്നുള്ളത്, കാരണം അവർ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അല്ല, അവർ ചിന്തിച്ചപ്പോൾ അസ്ർ പോലെ തന്നെ ളുഹർ പോലെ തന്നെ ഇശാ പോലെ തന്നെ മഗ്രിബും നമുക്ക് 2ആക്കി നിസ്കരിച്ചാൽ ശരിയാകുമോ ഇല്ല എന്നുള്ളതായിരുന്നു ചോദ്യം. അത് പാടില്ല. 4 റക്അത്തുള്ള നിസ്കാരം 2 ആക്കുക, ഇതാണ് ഖസ്ർ എന്ന് പറഞ്ഞാൽ. ഏറെക്കുറെ ആർക്കും അറിയാതിരിക്കാൻ നിർവാഹമില്ലാത്ത ഒരു കാര്യമാണ്, എല്ലാവർക്കും തീർച്ചയായും അറിയാം. രണ്ടാമത്തെ കാര്യം, സഫർ എന്ന് പറയുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. എന്താണ് യാത്ര എന്നുള്ളത്? ആ വിഷയത്തിന്റെ അഭിപ്രായ വ്യത്യാസം യാത്രയുമായി ബന്ധപ്പെട്ട അഹ്കാമുകളിലെല്ലാം കാണാൻ പറ്റും. ഖസ്റാക്കാൻ പറ്റുമോ ഇല്ലേ, നോമ്പ് ഒഴിവാക്കാൻ പറ്റുമോ ഇല്ലേ, സ്ത്രീക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നതുപോലെയുള്ള പല മസ്അലകളിലും യാത്ര എന്താണ് എന്ന് നിർവചിക്കപ്പെടുന്നതിൽ അതിന്റെ അടിസ്ഥാനത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പ്രധാനപ്പെട്ട 3 അഭിപ്രായങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ഒന്നാമതായി പറയുന്നത്, ചില പണ്ഡിതന്മാർ അവർ യാത്ര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ വീട്ടിൽ നിന്നും ഇറങ്ങി പുറപ്പെടുന്നതും അത് യാത്രയായി പരിഗണിക്കാമെന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ അത് ശരിയല്ല. അഥവാ ആ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്നും ഒരാൾ ഈ കരിക്കാംകുളത്ത് നിന്നും ടൗണിലേക്ക് പോയാൽ അത് യാത്രയാണ്. കാരണം വീട്ടിന്റെ മഹലിൽ നിന്ന് വിട്ട് പുറത്തു പോയാലൊക്കെ യാത്ര എന്ന് അഭിപ്രായമുണ്ട്. പക്ഷെ അത് തീരെ ശരിയല്ലാത്ത വളരെയധികം ദുർബലമായ അഭിപ്രായമാണ്. ഈ അഭിപ്രായ വ്യത്യാസങ്ങളിൽ വളരെ ദുർബലമായ അഭിപ്രായമാണ് അത്. അങ്ങനെയുള്ള എല്ലാ ചെറിയ ഒരു പോക്കും യാത്രയാണ് എന്ന് പറയുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, അത് ഒരു പ്രത്യേക ദൂരം പരിധി പറഞ്ഞുകൊണ്ടുള്ള അഭിപ്രായമാണ്.
പല ജുംഹൂറായ ഭൂരിഭാഗം പണ്ഡിതന്മാരും ഈ അഭിപ്രായമാണ് ശരിയായ അഭിപ്രായമായി സ്വീകരിച്ചിട്ടുള്ളത്. അഥവാ ഒരു പ്രത്യേക ദൂരപരിധി. ആ ദൂരപരിധിയെ കുറിച്ച് പറയുന്നത് ഏകദേശം 80 കിലോമീറ്ററാണ്. ഏകദേശം 80 കിലോമീറ്റർ, 83, 82 അങ്ങനെ ആ കിലോമീറ്ററുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസം ഉണ്ട്. എങ്ങനെയാണ് അങ്ങനെ ഒരു കിലോമീറ്ററിന്റെ കണക്കിലേക്ക് എത്തിയത് എന്നുള്ളത് അറിയണം അല്ലെ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കിലോമീറ്റർ പറഞ്ഞത്? ചിലരെങ്കിലും ധരിച്ചിട്ടുള്ളത് അത് വെറുതെ ഒരു കണക്കാണ്, അങ്ങനെ യാതൊരു തെളിവുമില്ല എന്നാണ്. എന്നാൽ അത് അങ്ങനെയല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ സ്വഹീഹായ ഒരു ഹദീസിൽ നിന്നും പണ്ഡിതന്മാർ ഇസ്തിംബാത്ത് ചെയ്ത തെളിവെടുത്തിട്ടുള്ള ഒരു കാര്യമാണത്. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുസാഫിരിൽ മർഅ, ഒരു സ്ത്രീ യാത്ര ചെയ്യാൻ പാടില്ല, മസീറത യൗമിൻ വലൈല ഇല്ലാ മഅദി മഹ്റം, ഒരു രാവും പകലും താണ്ടിക്കടക്കുന്ന അത്രയും ദൂരപരിധി. മസീറ ഇല്ലാ മഅദി മഹ്റം, മഹ്റം കൂടെ ഇല്ലാതെ. ഇത് മഹ്റവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഒരു രാത്രിയും പകലും താണ്ടിക്കടക്കേണ്ട അത്രയും യാത്ര ഉണ്ട് എങ്കിൽ ഒരിക്കലും തന്നെ ഒരു മഹ്റം ഇല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉപയോഗിച്ച വാഹനം എങ്ങനെയാണ് പോയിരുന്നത് എന്നാണ്. പണ്ഡിതന്മാർ അതാണ് ചർച്ച ചെയ്തത്. അന്ന് പൊതുവെ ഉപയോഗിച്ചിരുന്ന ഒട്ടകം, അതല്ലെങ്കിൽ കഴുത പോലെയുള്ള വാഹനങ്ങൾ, അതെങ്ങനെയാണ് ഒരു രാവും പകലും കൊണ്ട് അതെവിടെയാണ് എത്തിച്ചേരുക എന്നവർ അന്വേഷിച്ചപ്പോൾ അവർക്ക് അതിനുള്ള ഉത്തരം അന്നത്തെ കണക്കിൽ അത് 16 ഫർസഖാണ് എന്ന് കിട്ടി. അതൊരു കിലോമീറ്റർ പോലെയുള്ള ഒരു കണക്കാണ്. അതിന് ഇന്നത്തെ മൈലിലേക്കും കിലോമീറ്ററിലൊക്കെ ആക്കിയപ്പോഴാണ് അത് ഏകദേശം 83 കിലോമീറ്റർ എന്നൊക്കെ, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് കുറവ്. ആ കണക്കാക്കുന്നതിലും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏത് കണക്കാണ് ഉപയോഗിക്കേണ്ടത് എന്നതിലും പല വ്യത്യാസങ്ങളും ഉള്ളതിനാൽ അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഏകദേശം 80 കിലോമീറ്റർ എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. 80 കിലോമീറ്റർ. കാരണം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസീറത യൗമിൻ വലൈല, ഒരു രാവും പകലും കൊണ്ട് സഞ്ചരിക്കുന്ന മസീർ, എത്രയാണ് സഞ്ചരിക്കുന്ന പരിധി, ആ വാക്കിലാണ് പണ്ഡിതന്മാർ കാര്യമായി അതിനുള്ള തെളിവ് പിടിച്ചിട്ടുള്ളത്. മസീറത യൗമിൻ വലൈല. ചില റിവായത്തിൽ മസീറത എന്ന് വന്നിട്ടില്ല, പക്ഷെ മസീറത എന്ന് വന്ന റിവായത്തുണ്ട്. അതിൽ നിന്നാണ് ഒരു രാവും പകലും കൊണ്ട് താണ്ടിയ എത്രയാണ് പരിധി. അപ്പൊ അതിനെയാണ് ഒരു സ്ത്രീക്ക് ഹറാമായിട്ടുള്ളത്, യാത്ര ചെയ്യൽ ഹറാമായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെത്രയാണ്, എത്ര കിലോമീറ്റർ ആയിരിക്കും എന്ന് കണക്കാക്കിയപ്പോൾ ഏകദേശം 80 കിലോമീറ്റർ ആണ് അത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. മൂന്നാമത്തെ അഭിപ്രായമായി സഹോദരങ്ങളെ, ഇതും വളരെ പ്രബലമായ അഭിപ്രായങ്ങളിൽ ഒന്നാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹ് ഈ അഭിപ്രായമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു നാട്ടിൽ ഒരു യാത്രയെ, ഒരു പോക്കിനെ അത് യാത്ര എന്ന് പറയുന്നുണ്ട് എങ്കിൽ, ഉർഫിൽ പൊതുവെ നാട്ടിൽ ആ പോക്കിനെ യാത്ര എന്ന് പറയുന്നതാണ് എങ്കിൽ അത് യാത്രയാണ്. കിലോമീറ്ററുമായി യാതൊരു ബന്ധവും അതിനില്ല. കിലോമീറ്ററുമായി യാതൊരു ബന്ധവും അതിന് കൊടുക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. അഥവാ ഒരാൾ 60 കിലോമീറ്റർ പോകുന്നതിന് നാട്ടിൽ പൊതുവെ ഒരു യാത്ര പോയി എന്നാണ് പറയുന്നത് എങ്കിൽ അത് യാത്ര തന്നെയാണ്. പിന്നീട് അതിന്റെ കിലോമീറ്ററിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് പറയുന്നത്. ഈ അഭിപ്രായങ്ങളെല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വല്ലാഹു അലം, അതാണ് ഏറ്റവും ശരിയായി മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഇതിൽ നമുക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു യാത്ര 80 കിലോമീറ്റർ ഉണ്ട് എങ്കിൽ അത് യാത്രയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് യാത്ര തന്നെയാണ്. 80 കിലോമീറ്ററിന്റെ അപ്പുറത്തേക്ക് ഒരാൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് എങ്കിൽ അത് യാത്രയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അതിനേക്കാൾ കുറഞ്ഞ കിലോമീറ്റർ ആണെങ്കിൽ പോലും നാട്ടിൽ അത് യാത്ര എന്ന് പറഞ്ഞാൽ അത് പിന്നെ യാത്ര തന്നെയാണ്. അതിന് കിലോമീറ്റർ നിങ്ങൾ നോക്കേണ്ടതില്ല. ഇത് രണ്ടും കൂടി ഒരുമിപ്പിച്ചാൽ മതി. അഥവാ 60 കിലോമീറ്റർ പോകുന്നത് തന്നെ ഒരു നാട്ടിൽ ഒരു യാത്രയായി പരിഗണിച്ചാൽ പിന്നീട് അത് കിലോമീറ്റർ നോക്കിയിട്ട് 80 ഇല്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ യാത്രയല്ലാതെ പറയേണ്ടതില്ല. കാരണം ചില സ്ഥലത്ത് അങ്ങനെയാണ്, പ്രത്യേകിച്ചും മലമ്പാതയൊക്കെയുള്ള സ്ഥലങ്ങളാണ് എങ്കിൽ ഒരുപക്ഷെ 60 ആവശ്യം വരികയില്ല. ഒരു 40 കിലോമീറ്ററേ ഉള്ളൂ. അതിലൊരു 25 കിലോമീറ്ററും ഒരു മലമ്പാതയാണ് എങ്കിൽ ചിലപ്പോൾ അത് വലിയ പ്രയാസമായിരിക്കും. 70 80 നേരെ സ്ട്രെയിറ്റ് റോഡിൽ പോകുന്നതിനേക്കാളും ആളുകൾ പ്രയാസപ്പെട്ട് പോകുന്ന ഒരു വഴിയായിരിക്കും. അതിന് പൊതുവെ ആളുകൾ അപ്പുറത്തേക്ക് എത്തുന്നതിന് ഒരു യാത്ര പോയി എന്നായിരിക്കും നാട്ടിൽ പറയുക. അപ്പൊ അത് യാത്രയായിട്ട് തന്നെ പരിഗണിക്കും എന്നാണ് അദ്ദേഹം
പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ യാത്ര എന്താണ് എന്നുള്ള വിഷയത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഭൂരിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞ ഈ ഒരു സൂക്ഷ്മതയുടെ അഭിപ്രായമാണ് കൂടുതൽ ശരിയോടടുത്ത് നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അഥവാ ചെറിയ കിലോമീറ്ററുകൾക്കൊന്നും യാത്രയായി പരിഗണിക്കാതെ ഒരു 80 കിലോമീറ്റർ ആകുമ്പോൾ അത് യാത്രയായി പരിഗണിക്കുക. അതിന് കുറഞ്ഞ കിലോമീറ്റർ നമുക്ക് യാത്രയായി പരിഗണിക്കണമെങ്കിൽ നാട്ടിൽ അത് യാത്ര എന്ന ആളുകൾ പറയുന്ന ഒരു ദൂരമാണെങ്കിൽ അത് പരിഗണിക്കാം. പൊതുവെ ഒരു യാത്രക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ എടുത്ത് ഒരാൾ പോകുന്നതാണ് എങ്കിൽ അങ്ങനെ. ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, നാട്ടിൽ വളരെയധികം ആളുകൾ ദൂരം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 80 ഉണ്ടാകും. പക്ഷേ വളരെയധികം ആളുകൾ എളുപ്പത്തിൽ പോയി വരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം ആളുകൾ 1-2 തവണയൊക്കെ അവർ ട്രിപ്പൊക്കെ പോയി വരുന്ന ഒരു രീതിയാണ് എങ്കിൽ അത്തരക്കാരായ ആളുകൾ ഖസ്ർ ചെയ്യേണ്ടതില്ല, യാത്രയായി പരിഗണിക്കേണ്ടതില്ല. ഷെയ്ഖ് അബ്ദുസ്സലാം ഷുഐർ ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ലജ്നത്തുൽ ദായിമയുടെ ഫത്വയിലൊക്കെ 5-8 വർഷങ്ങൾക്ക് മുമ്പ് അത് വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ടു. അഥവാ മക്കയിൽ നിന്നും ജിദ്ദയിലേക്ക് പോകുന്നത് അത് ഇന്ന് യാത്രയായി പരിഗണിക്കേണ്ടതില്ല, വളരെ അടുത്തിരിക്കുന്നു, ആളുകൾ 1-2 തവണയൊക്കെ ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്നു എന്ന കാരണത്താൽ അതിനെ യാത്രയായി പരിഗണിക്കേണ്ടതില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് നമ്മൾ കൃത്യമായി യാത്ര എന്ന് ഉറപ്പുവരുത്തിയാൽ നമ്മളത് ചെയ്യുക എന്നതായിരിക്കും ഏറ്റവും സൂക്ഷ്മത. ഇനി നമുക്കറിയേണ്ടത് എന്താണ് ഈ ഖസ്റാക്കുന്നതിന്റെ ഹുക്കം എന്താണ് എന്നാണ് അറിയേണ്ടത്. യാത്രയിൽ ഖസ്റാക്കുക എന്നുള്ളത് നിർബന്ധമാണോ അതല്ല സുന്നത്താണോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് ഇതിന്റെ പ്രാധാന്യം? കാരണം യാത്രയിൽ ഖസ്റാക്കൽ വാജിബാണ് എങ്കിൽ നമുക്ക് വളരെയധികം 2 കാര്യത്തിനും സൂക്ഷ്മത വേണം. കാരണം ഒരു യാത്ര ആയിട്ടും നമ്മൾ ഖസ്റാക്കാതെ സുന്നത്താക്കുമ്പോൾ പൂർത്തിയാക്കി നിസ്കരിക്കുമ്പോൾ അത് നമ്മൾ ഹറാമായിരിക്കും ചെയ്യുക. നിർബന്ധമായ കാര്യം നമ്മൾ ഒഴിവാക്കണം. ഖസ്റാക്കുക എന്നുള്ള നിർബന്ധമാണെങ്കിൽ നമ്മളത് ഒഴിവാക്കണം. അത് ഗൗരവമാണ്. അപ്പൊ അത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫ് ഉണ്ട്. അതിൽ വളരെ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് യാത്രയിൽ ഖസ്റാക്കുക എന്നുള്ളത് അത് സുന്നത്തുൻ മുഅക്കദ, വളരെ പ്രതിഫലാർഹമായ സുന്നത്താണ്, വളരെ പ്രതിഫലാർഹമായ സുന്നത്താണ്. അതുകൊണ്ട് ഒരാൾ അത് ഉപേക്ഷിച്ച് പൂർത്തിയാക്കി നിസ്കരിക്കുക എന്നുള്ളത് കറാഹത്താണ്. അയാൾക്ക് കുറ്റമൊന്നും കിട്ടുകയില്ല, കറാഹത്തായ കാര്യം. യാത്രയിൽ ഏറ്റവും പ്രതിഫലം അത് ലഭിക്കുക ഖസ്റാക്കി നിസ്കരിക്കുമ്പോഴാണ്. ഒരാൾ അത് ഒഴിവാക്കുകയാണെങ്കിൽ അത് കറാഹത്താണ്, ഹറാമിന്റെ പരിധിയിലേക്ക് എത്തുകയില്ല എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അതാണ് റാജിഹായി ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയും ഇവിടെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. എന്താണ് അതിനുള്ള തെളിവ്? അതിനുള്ള തെളിവ് പറയുകയാണെങ്കിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ നമുക്കറിയാം, ആ കാലഘട്ടത്തിലൊക്കെ ഹജ്ജിന് അമീറായിട്ടുണ്ടാവുക നാട്ടിലെ ഭരണാധികാരിയാണ്. അമീറുൽ മുഅ്മിനീൻ ആയിരിക്കും ഹജ്ജിന്റെ ഭരണാധികാരിയായിരിക്കും ഹജ്ജിന്റെ അമീറായിട്ടുണ്ടാവുക. ആ ഭരണാധികാരിയുടെ നേതൃത്വത്തിലാണ് ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾ ഹജ്ജിന് പുറപ്പെടുക. അങ്ങനെയായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഏകദേശം 12ഓളം വർഷം ഭരണത്തിലുണ്ടായ വ്യക്തിയാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആദ്യത്തെ 8 വർഷവും മിനയിൽ ഖസ്റാക്കിയിട്ട് തന്നെയാണ് നിസ്കരിച്ചിരുന്നത്. അത് ഹജ്ജിന്റെ വിശദീകരണങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം, ഹജ്ജ് മിനയിലെത്തിയാൽ നിസ്കാരം ഖസ്റാക്കിയിട്ടാണ് നിസ്കരിക്കുക. 4 2 നിസ്കരിക്കുക എന്നുള്ളതാണ്. ഓരോന്നും അതാത് വക്തിൽ ഖസ്റാക്കി നിസ്കരിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം ആദ്യത്തെ 8 വർഷവും അങ്ങനെയാണ് നിസ്കരിച്ചത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഇജ്തിഹാദിൽ അത് അങ്ങനെ നിസ്കരിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും പിന്നീടുള്ള 4 വർഷം അദ്ദേഹം പൂർത്തിയാക്കിയിട്ടാണ് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് സഹാബത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പൂർത്തിയാക്കി നിസ്കരിച്ചപ്പോൾ ചില ആളുകൾ വന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വരികയും, ഇതാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇതാ 2 റക്അത്ത് ഉള്ളത് മാറ്റി 4 റക്അത്താണ് പൂർത്തിയാക്കി നിസ്കരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ അദ്ദേഹം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നൊരു മുസീബത്ത് കേട്ടാൽ പറയുന്ന കാര്യം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു, എന്താണ് പിന്നെ താങ്കൾ എതിർക്കാത്തത്? അദ്ദേഹം പറഞ്ഞാൽ ഖിലാഫു ഷർ, ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ ഉണ്ടാകുക, അതിന് ഞാൻ വെറുതെ പ്രതികരിക്കുക എന്നുള്ളതൊരു ഷർറാണ്, അവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ അദ്ദേഹം അതിനെതിരെ പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല, അവരെല്ലാവരും തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ 4 റക്അത്ത് പൂർത്തിയാക്കി നിസ്കരിച്ചു. ആരും ആ ജമാഅത്തിൽ നിന്ന് വിട്ട് വേറെ 2 റക്അത്ത് ഒറ്റക്ക് നിസ്കരിച്ചിട്ടില്ല. അപ്പൊ ഇതിൽ നിന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഇത് വാജിബല്ല, സുന്നത്താണ്. കാരണം വാജിബാണ് എങ്കിൽ സഹാബത്ത് ഒരിക്കലും തന്നെ അങ്ങനെ പുറകിൽ നിസ്കരിക്കുമായിരുന്നില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് 2 റക്അത്തെ നിസ്കരിക്കൽ വാജിബാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ ഒരിക്കലും തന്നെ എനിക്കൊരു ഇമാമിന്റെ പിന്നിൽ പൂർത്തിയാക്കി 4 റക്അത്ത് നിസ്കരിക്കാൻ പാടില്ല.
കാരണം നിസ്കാരത്തിൽ മനഃപൂർവ്വം ഒരാൾ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലായി. മനഃപൂർവ്വം ഒരാൾ നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലായി, അത് ശരിയാവുകയില്ല. അതുകൊണ്ട് തന്നെ സഹാബത്തിന്റെ ഒരു ഇജ്മാ ഉള്ളതുപോലെയാണ്. കാരണം ആരും അത് എതിർത്തിട്ടില്ല. എല്ലാ സഹാബികളും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കീഴിൽ തന്നെ 4 റക്അത്ത് പൂർത്തിയാക്കിയിട്ടാണ് നിസ്കരിച്ചത്. അത് സുന്നത്തിനെതിരാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അവർ അതിനെ എന്ത് ചെയ്തിട്ടില്ല, നിസ്കാരത്തിൽ മാറി നിന്നിട്ടില്ല. അവർ പൂർത്തിയാക്കിയിട്ട് നിസ്കരിച്ചു. അത് അറിയിക്കുന്നത് യാത്രയിലുള്ള ഖസ്റാക്കൽ അത് വാജിബല്ല, മറിച്ച് മുസ്തഹബായ സുന്നത്തായ വളരെയധികം പ്രതിഫലാർഹമായ കാര്യമാണ് എന്നാണ്. മാത്രവുമല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, മാ ബാലു റജുൽ യുസല്ലി റകഅതൈനി വമഅൽ ഇമാമി അർബഅ. ഒരു വ്യക്തി 2 റക്അത്ത് നിസ്കരിക്കുന്നു, ഇമാമിന്റെ കൂടെ ആണെങ്കിൽ 4 റക്അത്ത് നിസ്കരിക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് തിൽക ഹിയ സുന്ന, അതാണ് സുന്നത്ത്. ഇമാം 4 നിസ്കരിച്ചാൽ നമ്മൾ 4 നിസ്കരിക്കുക എന്നുള്ളതാണ് സുന്നത്ത്, അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഫർളല്ല, വാജിബല്ല, മറിച്ച് സുന്നത്താണ് എന്ന് മനസ്സിലാക്കാം. എൻ സഹോദരങ്ങളെ, അടുത്തത് ഖസ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട അടുത്ത വളരെ പ്രധാനപ്പെട്ട വളരെ ശക്തമായ ഒരു ഖിലാഫാണ്. നമ്മൾ യാത്രയിൽ ഒരു സ്ഥലത്ത് ഇറങ്ങും. യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായി യാത്രയുടെ നമ്മളെ ഡെസ്റ്റിനേഷൻ പോയിന്റ് എത്തുമ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴൊക്കെ നമ്മൾ യാത്രക്കാരാണോ, എത്ര ദിവസം വരെ യാത്രക്കാരായി പരിഗണിക്കാം എന്നുള്ളൊരു വിഷയം വളരെയധികം അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. പണ്ഡിതന്മാർക്കിടയിൽ 20-ലധികം അഭിപ്രായം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. 20-ലധികം അഭിപ്രായം, അത്രയും അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഗണ്യമായ ഒരു ഹദീസിൽ നിങ്ങൾ യാത്രയിൽ ഇത്ര ദിവസമാണെങ്കിൽ നിങ്ങൾ യാത്രക്കാരായിക്കോളൂ, അതിനപ്പുറത്തേക്കായാൽ യാത്രക്കാരാകാൻ പാടില്ല, യാത്രക്കാരെ ഹുക്കും നിങ്ങൾക്കില്ല എന്ന് പറയുന്ന ഒരു നസ് വന്നിട്ടില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തി നോക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രവൃത്തി വ്യത്യസ്ത ദിവസങ്ങൾ, അവിടെ ചില സമയങ്ങളിൽ 4 ദിവസങ്ങളിൽ അവിടെ യാത്രക്കാരനെ പോലെ നിസ്കരിച്ചത് കാണുന്നുണ്ട്. വേറെ ചില സ്ഥലങ്ങളിൽ 10 ദിവസങ്ങളിൽ അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട്, 19 ദിവസങ്ങളിൽ നിസ്കരിച്ചിട്ടുണ്ട്, അതിൽ കൂടുതലും ഒക്കെ നിസ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അൽ-ഹാഫിദ് അൻ-നവവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ശർഹുൽ മുഹദ്ദബിൽ അദ്ദേഹം ഏകദേശം 20ഓളം ഖൗലുകൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ആ ഖൗലുകളൊക്കെ ഏകദേശം ഒരേപോലെയുള്ള ഖൗലുകളാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്ന ആ ഖൗലുകളൊന്നും തന്നെ എനിക്ക് അത് ശരിയായി, അത് ഏറ്റവും ശരിയോടടുത്തതായി തോന്നുന്നില്ല എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നത്. ഈ വിഷയത്തിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയുടെ അഭിപ്രായം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയൊക്കെ സ്വീകരിച്ചിട്ടുള്ള അഭിപ്രായമാണ്. അത് പൊതുവെ പണ്ഡിതന്മാർക്കിടയിൽ ഒരു ഒറ്റപ്പെട്ട അഭിപ്രായവുമാണ്. അഥവാ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരാൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോയാൽ അയാൾ തിരിച്ചു വരുന്നത് വരെ യാത്രക്കാരനാണ് എന്നാണ്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ പണ്ഡിതന്മാരുടെ ഈ അഭിപ്രായങ്ങളെല്ലാം ശേഖരിച്ച് അദ്ദേഹം അത് പറയുന്നത് അത് വളരെയധികം ഒറ്റപ്പെട്ട അഭിപ്രായമാണ് എന്നാണ്. അദ്ദേഹം ഈ ഷറഹിൽ കൂടുതലും ആ അഭിപ്രായമാണ് ശരിവെച്ചിട്ടുള്ളത്. എത്ര ദിവസമാണെങ്കിലും യാത്രക്കാരനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫ് ഇല്ലാത്ത വിഷയം ആദ്യം പറയാം. അത് ഒരാൾ ഒരു സ്ഥലത്തേക്ക് യാത്രക്ക് വേണ്ടി ഇറങ്ങി ആ സ്ഥലത്തെത്തി, അയാൾക്കറിയില്ല എപ്പോഴാണ് ഈ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരിക എന്നറിയാത്ത ഒരു യാത്രക്കാണ് പോയിട്ടുള്ളത്. ചിലപ്പോൾ ഒരു വ്യക്തി എന്തെങ്കിലുമൊക്കെ വേറൊരാൾ അവിടെ നമ്മളെ ഒരു കച്ചവട വിഷയവുമാണ്, അയാളുമായി ബന്ധപ്പെട്ട കച്ചവടങ്ങൾ, സംസാരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകും. എപ്പോഴാണ് ഇത് കഴിഞ്ഞ് തിരിച്ചു പോകുക എന്നൊരാൾക്ക് അറിയില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് എങ്കിൽ, അല്ലെങ്കിൽ വേറൊരാൾ തിരുവനന്തപുരത്തേക്ക് ഒരു പേപ്പർ ശരിയാക്കാൻ പോകുന്നു, സ്വാഭാവികമായി അവിടെ നാളെ വരും മറ്റന്നാളെ വരും എന്ന് പറഞ്ഞ് നമ്മളെ പിന്തിപ്പിക്കുന്നു. അങ്ങനെ എത്ര ദിവസം അവിടെ ഉണ്ടാകും നമുക്കറിയില്ല. ഓരോ ദിവസവും നമ്മൾ ഓഫീസിൽ പോകുന്നു, മടക്കുന്നു, പിറ്റേ ദിവസം പോകുന്നു, അങ്ങനെ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എത്ര ദിവസമാണെങ്കിലും ഒരാൾ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞാൽ 1000 വർഷം അവിടെ ഉണ്ടെങ്കിൽ പോലും അത്രയും സമയത്ത് അയാൾക്ക് ഖസ്ർ ചെയ്യൽ അനുവദനീയമായ കാര്യമാണ്. കാരണം അയാൾക്ക് യാത്ര കഴിഞ്ഞോ ഇല്ല എന്നുള്ളത് അയാൾക്ക് തന്നെ അറിയില്ല. അപ്പൊ ആ കാര്യത്തിൽ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമില്ല. അഭിപ്രായ വ്യത്യാസം ഉള്ളത് ഒരാൾ ഒരു സ്ഥലത്തെത്തി അയാൾക്ക് നിർബന്ധമായും അറിയാം ഞാൻ ഇത്ര കാലത്തേക്കാണ് അവിടെ ഇറങ്ങുന്നത്, അപ്പോൾ ഞാൻ യാത്രക്കാരനാണോ ഇല്ലേ എന്നുള്ള വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. അത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ ഒക്കെ പറയുന്ന ഭൂരിഭാഗം പണ്ഡിതന്മാർ പറയുന്ന ഒരു അഭിപ്രായമാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. വല്ലാഹു അഅലം. അദ്ദേഹം പറയുന്നത് ഒരാൾ 4 ദിവസത്തിൽ കൂടുതൽ ഒരു സ്ഥലത്ത് നിൽക്കുമെന്ന് ആദ്യമേ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ, അങ്ങനെ ആദ്യമേ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അയാൾ പൂർത്തീകരിച്ച് നിസ്കരിക്കണമെന്നാണ്.
ഇബ്നു ബാസ് റഹിമഹുള്ളയോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യമാണ്. വളരെ വലിയ ചോദ്യമാണ്. ആ ചോദ്യം ചുരുക്കം ഇതാണ്: ഇങ്ങനെ ഒരാൾ ഒരു സ്ഥലത്തെത്തുന്നു, അങ്ങനെ അയാൾ 3 മാസത്തോളം അവിടെ ഒരു ദൗറക്ക് വേണ്ടി ഒരു ജാമിയയിൽ, ഒരു യൂണിവേഴ്സിറ്റിയിൽ മുഹാദറകളുണ്ട്, അതിനെ പങ്കെടുക്കാൻ വേണ്ടി ഒരു വ്യക്തി 3 മാസത്തേക്ക് സൗദിയിൽ വന്ന് ഇറങ്ങുകയാണ്. അപ്പൊ ഇത്രയും കാലഘട്ടത്തിൽ ഖസ്റും ജമ്മും ഒക്കെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നാണ് ചോദ്യം. ഇബ്നു ബാസ് റഹിമഹുള്ള പറഞ്ഞത്: ഇൻ കുൻതും തജ്ലിസൂന മുഖീമീന നാവീന ഇഖാമത അശ്ശഹർ ഫല്ലദി അലൈഹിൽ ജുംഹൂർ അന്നകും തതിമുൻ ലാ തഖ്സുറൂൻ. നിങ്ങൾ ആദ്യമേ തന്നെ 1 മാസമാണ് അവിടെ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുക എന്നാണ് നിങ്ങൾ ആദ്യമേ നിയ്യത്ത് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ ആദ്യ ദിവസം മുതൽ തന്നെ പൂർത്തിയാക്കി നിസ്കരിക്കണം. നിങ്ങൾ ഖസ്റാക്കാൻ പാടില്ല. ലിഅന്നകും ഖദ് അഖംതും ഇഖാമതൻ തവീല അക്സറു മിൻ 4 അയ്യാം. കാരണം നിങ്ങൾ ഒരു ദീർഘമായ ഇഖാമയാണ്, ദീർഘമായ നിൽക്കലാണ് അവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് 4 ദിവസത്തിൽ കൂടുതലുമാണ്. വജുംഹൂറു അഹ്ലിൽ ഇൽം അലാ അന്നൽ ഇഖാമത ഇദാ സാദത് അൻ 4 അയ്യാമിൻ നവ അക്സറ മിൻ 4 അയ്യാമിൻ അന്നഹു യതീം. ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് ഒരു വ്യക്തി ഒരു സ്ഥലത്ത് 4 അതിലധികമോ ദിവസം നിൽക്കണമെന്ന് നിയ്യത്താക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. കാരണം മുഖ്യമായ വ്യക്തിയുടെ അസ്ൽ അയാൾ പൂർത്തിയാക്കി നിസ്കരിക്കുക എന്നുള്ളതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ചില പണ്ഡിതന്മാർ അത് എത്രയായാലും, അത് എത്ര ദിവസമായാലും അതിന് മുഖീമായിട്ട് തന്നെ, യാത്രക്കാരനായിട്ട് തന്നെ പരിഗണിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. വലാകിന്നൽ അഹ്വത് ഫി ഹഖിൽ മുഅ്മിൻ ഫി മിസ്ലി ഹാദാ അയ്യുത്തിം. പക്ഷേ ഏറ്റവും സൂക്ഷ്മത ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സന്ദർഭങ്ങളിൽ അയാൾ നിസ്കാരം പൂർത്തിയാക്കി നിസ്കരിക്കുക എന്നുള്ളതാണ്. ഇദാ നവ അക്സറ മിൻ 4 അയ്യാമിൻ യതിമു അഖദൻ ബിൽ ഹൈത. അയാൾ 4 ദിവസത്തിൽ അധികം ആണ് നിൽക്കുന്നത് എന്ന് ഉറപ്പായാൽ സൂക്ഷ്മതക്ക് അയാൾ അത് പൂർത്തിയാക്കി തന്നെ നിസ്കരിക്കുക. വ അഖദൻ ബിഖൗലി അക്സരി മിൻ അഹ്ലിൽ. ഭൂരിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായം മാനിച്ചുകൊണ്ടും അങ്ങനെ ചെയ്യുക എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ വല്ലാഹു അലം, ഞാൻ ഈ വിഷയത്തിൽ ഒരു വ്യക്തത, അഥവാ 4 ദിവസത്തിൽ കൂടിയാൽ പറ്റില്ല എന്ന് പറയാനുള്ള ഒരു വ്യക്തത വല്ലാഹു അലം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ സൂക്ഷ്മത എന്നുള്ള നിലയിൽ 4 ദിവസത്തിൽ കൂടുതലാണ് എങ്കിൽ നമുക്ക് ഖസ്റാക്കാതെ പൂർത്തിയാക്കാം എന്നുള്ളതാണ് ശരിയായി മനസ്സിലാവുന്നത്. പ്രത്യേകിച്ചും ഖസ്ർ എന്നുള്ളത് വാജിബല്ല, മുസ്തഹബാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഖസ്ർ മുസ്തഹബാണ്. അതുകൊണ്ട് ഒരാൾ അങ്ങനെ ഇത് ഞാൻ 5 ദിവസം നിൽക്കുകയാണ് എന്നുള്ള ധാരണയിൽ ആദ്യമേ പൂർത്തിയാക്കി നിസ്കരിച്ചാൽ നമ്മൾ കുറ്റക്കാരനാകുന്നില്ല, പ്രത്യേകിച്ചും ആ മസല മനസ്സിലാക്കാത്തതുകൊണ്ട്. എന്നാൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ലാത്ത മറ്റൊരു കാര്യമാണ്, ഒരാൾ ഏകദേശം കുറെ കാലത്തേക്ക് അവിടെ നിൽക്കുകയാണ്. യാത്രക്കാരൻ തന്നെ നമുക്ക് പറയാം, ഇവിടുന്ന് ഒരാൾ ഗൾഫിലേക്ക് പോയി കുറെ കാലത്തേക്ക് നിൽക്കുകയാണ്, അയാൾ ഇഖാമ പുതുക്കി അവിടെ തന്നെ ജോലിയായി അങ്ങനെ സ്ഥിരമായി നിൽക്കുകയാണ് എങ്കിൽ ഇബ്നു ഉസൈമിൻ റഹിമഹുള്ള അവിടെ അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിൽ പറഞ്ഞ അഭിപ്രായത്തിൽ നിന്ന് മാറിക്കൊണ്ട് അദ്ദേഹം പറയാണ്, അങ്ങനെയുള്ള ആളുകൾ ഏകദേശം നാട്ടുകാരനെ പോലെ ആയിട്ടുണ്ട്, അതുകൊണ്ട് അവരുടെ വിഷയത്തിൽ അവർ പൂർത്തിയാക്കി നിസ്കരിക്കാനാണ് പറയുന്നത് എന്നാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ചോദ്യം ഇങ്ങനെ ഒരു പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് കൊണ്ട് ഇബ്നു ബാസിന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയാണ് പൂർത്തിയാക്കണമെന്നാണ്. ഇബ്നു ഉസൈമിൻ റഹിമഹുള്ളയുടെ അഭിപ്രായത്തിൽ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ജാമിയ ഇസ്ലാമിയിൽ ഒരാൾ 4 വർഷം പഠിക്കാൻ പോയാലും 4 വർഷവും അയാൾ യാത്രക്കാരനായിട്ട് തന്നെ പരിഗണിക്കപ്പെടും എന്നാണ്, തിരിച്ചു നാട്ടിലേക്ക് വരുന്നത് വരെ. പക്ഷെ അദ്ദേഹത്തിന് വേറൊരു അഭിപ്രായമുണ്ട്, യാത്രക്കാരനാണെങ്കിൽ പോലും അവിടെ എത്തിയാൽ ബാങ്ക് കേട്ടാൽ മസ്ജിദിൽ പോയി ജമാഅത്തായി നിസ്കരിക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി അഫ്ളഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ചില ആളുകൾ ചില ഭാഗങ്ങൾ എടുക്കും, അദ്ദേഹത്തിന് ബാക്കി അഭിപ്രായം എടുക്കൂല. കാരണം അദ്ദേഹം 4 വർഷം നിങ്ങൾ ജാമിയ ഇസ്ലാമിയിൽ മദീനയിൽ പോയാൽ യാത്രക്കാരനാണെന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം 4 വർഷവും ബാങ്ക് കേൾക്കുന്ന സ്ഥലത്താണ് നിങ്ങളുള്ളത്, നിങ്ങൾ മസ്ജിദിൽ പോയി നിസ്കരിക്കണമെന്ന് നിർബന്ധമാണെന്ന് പറയുന്നതാണ്. അഥവാ ഇദ്ദേഹത്തിന്റെ ഖൗൽ അങ്ങനെയാണെങ്കിലും ജമാഅത്തായി നിസ്കരിക്കാനാണ് അദ്ദേഹം പറയുന്നത്. ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് നമുക്ക് നിസ്കാരം പൂർത്തിയാക്കിയിട്ട് തന്നെ നിസ്കരിക്കണം, അവിടെ നമുക്ക് ചുരുക്കാൻ അനുവാദമില്ല എന്ന കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ സഹോദരങ്ങളെ, നമുക്കൊരു വിഷയത്തിൽ വ്യക്തത കുറവുണ്ട് എങ്കിൽ സൂക്ഷ്മതയുള്ള അഭിപ്രായം സ്വീകരിക്കുന്നത് അതായിരിക്കും കൂടുതൽ അഭികാമ്യം എന്ന് തോന്നുന്നു. വല്ലാഹു അഅലം. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. ഇനി ഈ വിഷയത്തിൽ വന്ന ഹദീസ് അത് വായിക്കാം. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ചില മസല നമ്മൾ ഹദീസിലേക്ക് എത്തിയിട്ടില്ല. ഖസ്റാക്കുന്ന വ്യക്തി നീയത്ത് വെക്കേണ്ടതുണ്ടോ എന്നാണ്. ഹൽ യൽസമു നീയത്തുൽ ഖസ്രി ഫി സഫർ. ഇപ്പൊ യാത്രയിൽ സ്വാഭാവികമായി അധികം യാത്ര പോകാത്ത ഒരാളാണ്. അപ്പൊ നമ്മളിപ്പോ പെട്ടെന്ന് ഒരാൾ എറണാകുളത്തേക്ക് പോയി, അവിടെ വെച്ച് നമ്മളിപ്പോ ളുഹർ നിസ്കരിക്കുകയാണ്. അപ്പൊ നമ്മൾ നിസ്കാരത്തിന് സാധാരണ പോലെ കൈകെട്ടുന്ന സമയത്ത് നമ്മൾ ഖസ്റാക്കണം എന്നുള്ള നീയത്തില്ല എങ്കിൽ അത് ശരിയാകുമോ എന്നാണ്
ചോദ്യം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് അതിന് നിർബന്ധമില്ല. കാരണം യാത്രയുടെ അസിൽ നിസ്കാരം ഖസ്റാക്കി നിസ്കരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടുള്ള യാത്രക്കാരനായാലും അതിന് പ്രത്യേകം ഖസ്റാക്കാൻ നിയ്യത്ത് വെക്കേണ്ടതില്ല. അയാൾ നിസ്കരിക്കാൻ കൈകെട്ടിയതിനു ശേഷമാണ് ഞാൻ യാത്രക്കാരനാണ്, അപ്പൊ യാത്രയുടെ നിസ്കാരമാണ് എന്ന് ഓർമ്മ വന്നാൽ പോലും അയാൾക്ക് 2 റക്അത്തിൽ തന്നെ അവസാനിപ്പിക്കാവുന്നതാണ്. തുടക്കത്തിൽ തന്നെ അതിന്റെ നിയ്യത്ത് വേണമെന്ന് നിർബന്ധമില്ല. കാരണം യാത്രക്കാരന്റെ അസ്ല് തന്നെ അത് ഖസ്റാക്കി നിസ്കരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അത് തെറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ വിഷയത്തിൽ വന്ന ഹദീസ് വായിക്കാം. عن عبد الله بن عمر رضي الله عنهما قال صحبت رسول الله صلى الله عليه وسلم فكان لا يزيد في السفر على ركعتين وأبا بكر وعمر وعثمان كذلك. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുഗമിച്ചിട്ടുണ്ട്. ഫകാന ലാ യസീദു ഫി സഫരി അലാ റക്അതൈൻ, അവിടുന്ന് യാത്രയിൽ 2 റക്അത്തിലധികം വർദ്ധിപ്പിക്കുമായിരുന്നില്ല. അബൂബക്കറിൻ വ ഉമർ വ ഉസ്മാൻ കദാലിക്, അബൂബക്കറും ഉമർ ഉസ്മാനും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എന്താണ് ലാ യസീദു ഫി സഫരി അലാ റക്അതൈൻ, യാത്രയിൽ 2 റക്അത്തിലധികം വർദ്ധിപ്പിക്കാറില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? അത് യാത്രയിൽ ഫർദ് മാത്രമേ നിസ്കരിക്കാറുണ്ടായിരുന്നുള്ളൂ, സുന്നത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്നതാണോ? അതല്ല യാത്രയിൽ 4 റക്അത്തുള്ളതൊക്കെ ഖസ്റാക്കി നിസ്കരിക്കുമായിരുന്നു എന്നാണോ? ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ്. അഥവാ അവിടുന്ന് യാത്രയിൽ പൂർത്തിയാക്കി നിസ്കരിക്കാറില്ല, ഖസ്റാക്കേണ്ട നിസ്കാരമൊക്കെ ഖസ്റാക്കി നിസ്കരിക്കുമെന്നാണ്. കാരണം അവിടുന്ന് യാത്രയിൽ സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട്, സുന്നത്ത് വിത്തർ നിസ്കരിച്ചിട്ടുണ്ട്, സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ട്, അതുപോലെ മറ്റ് ദുഹ പോലെയുള്ള മറ്റ് സുന്നത്തുകൾ നിസ്കരിച്ചിട്ടുണ്ട്. യാത്രയിൽ മുസ്തഹബല്ലാത്തത് റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കലാണ്. അഥവാ ളുഹറിന് മുമ്പും ശേഷവും മഗ്രിബിനും ഇശായിനും ശേഷമുള്ള ഈ 3 വക്തിനാണ് റവാത്തിബ് സുന്നത്തുകൾ ഉള്ളത്, ഫജ്റിനല്ലാതെ. അത് നിസ്കരിക്കലാണ് യാത്രയിൽ മുസ്തഹബല്ലാത്തത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്റിന്റെ 2 റക്അത്ത് സുന്നത്ത് മാത്രമാണ് റവാത്തിബുകളിൽ നിസ്കരിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പൂർത്തിയാക്കി നിസ്കരിക്കുമായിരുന്നില്ല എന്ന് മാത്രമാണ്. അതല്ലാതെ 2 റക്അത്തിന് മുമ്പിൽ ചിലപ്പോൾ ഫജ്റിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്, അത് സുന്നത്താണ്, അത് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇനി ഹദീസിലുള്ള ഫവായിദുകൾ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് വായിക്കാം. ഒന്ന്, അൽ ഇസ്തിദ്ലാൽ ബി അഫ്ആലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അഫ്ആലിൽ ഖുലഫാഇർ റാഷിദീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതുപോലെ ഖുലഫാഉർ റാഷിദീങ്ങളുടെയും പ്രവൃത്തി കൊണ്ട് തെളിവ് പിടിക്കൽ, അത് ഇതിൽ തെളിവുണ്ട് എന്നാണ്. കാരണം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തെളിവ് പിടിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം അങ്ങനെയാണ് ചെയ്തത്, അബൂബക്കറും ഉമറും ഉസ്മാനും ഒക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ പോലെ തന്നെയാണ് അവിടുത്തെ പ്രവൃത്തികളും. അവിടുത്തെ പ്രവൃത്തികൾ കൊണ്ട് തെളിവ് പിടിക്കാവുന്നതാണ്. അവിടെ എന്താണോ പ്രവർത്തിച്ചത് അത് ശരിയാണ്. അവിടെ ഒരിക്കലും തെറ്റായ കാര്യം അബദ്ധത്തിലൊന്നും പ്രവർത്തിക്കുകയില്ല. മറ്റു മനുഷ്യന്മാരെ പോലെയല്ല, അവിടെ നിന്നുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ അത് വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. ഇനി അതുമായി ബന്ധപ്പെട്ട ഉസൂലുൽ ഫിഖ്ഹിലെ അഥവാ ഇസ്ലാമിക ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്രത്തിൽ ഒരു അടിസ്ഥാന നിയമമാണ്, അത് എളുപ്പമുള്ള ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഫിഅൽ, അവിടുന്ന് ഒരു പ്രവൃത്തി സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് വാജിബാണെന്നാണോ അതല്ല സുന്നത്താണെന്നാണോ കുറിക്കുന്നത് എന്നാണ്. അവിടുത്തെ പ്രവൃത്തി അത് കുറിക്കുന്നത് മുസ്തഹബാണ് എന്നതാണ് പണ്ഡിതന്മാർ ശരിയായ അഭിപ്രായം പറയുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചാൽ അത് അസ്ല് വാജിബാണ്. അവിടെ നമ്മളോട് ഒരു കാര്യം കൽപ്പിച്ചു, നിങ്ങൾ താടി സമൃദ്ധമായി വളർത്തുക എന്ന് അവിടുന്ന് പറഞ്ഞാൽ അത് കൽപ്പനയാണ്. പിന്നീട് അത് കൽപ്പന അതിൽ നിന്ന് തെറ്റുന്നതായ മറ്റു തെളിവ് വേണം. ഏതെങ്കിലും ഒരു സഹാബി വെട്ടിയതായി കണ്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല, അല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ വെട്ടിക്കോളൂ എന്ന് പറയുന്ന മറ്റെന്തെങ്കിലും കാര്യം, അങ്ങനെ പറഞ്ഞാൽ മാത്രമാണ് ഇത് ഈ കൽപ്പന മുസ്തഹബാവുകയുള്ളൂ. അതല്ലെങ്കിൽ അടിസ്ഥാനം പറഞ്ഞു കഴിഞ്ഞാൽ അത് വാജിബാണ്. അതാണ് അടിസ്ഥാനം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവൃത്തി ചെയ്തു കാണിച്ചു, ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു, അതിന്റെ അടിസ്ഥാനം പണ്ഡിതന്മാർ പറയുന്നത് അത് മുസ്തഹബാണ്. പിന്നീട് ആ പ്രവൃത്തി വാജിബാകണമെങ്കിൽ പ്രത്യേകം അവിടുന്ന് പറഞ്ഞതായ തെളിവാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ ഈ 2 റക്അത്താണ് നിസ്കരിച്ചത് എന്ന് പറയുന്നത് ഒരിക്കലും എന്തിനെ കുറിക്കുന്നില്ല? ആ ഖസ്റാക്കൽ വാജിബാണ് എന്നതിനെ കുറിക്കുന്നില്ല. ഖസ്റാക്കൽ വാജിബാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം പറഞ്ഞതായി വേറെ രേഖ സ്ഥിരപ്പെടണം. ഇതാണ് ഇതിൽ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ട കാര്യം. ഇതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തികളെ തന്നെ
പണ്ഡിതന്മാർ പലതായി വേർതിരിച്ചിട്ടുണ്ട്. അവിടുത്തെ പ്രവർത്തികൾ അതെപ്പോഴാണ് ഒരു കാര്യം മുസ്തഹബ് ആകുന്നത്, മുസ്തഹബ് ആകാത്തത്, അതും വേറെയും വേർതിരിച്ചിട്ടുണ്ട്. അതിന് 4-5 രൂപങ്ങളിൽ പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം അത് പറയുന്നുണ്ട്. അഖ്സാമു അഫ്ആലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിയ അൽ അവൽ മാ ഫഅലഹു അലാ വജ്ഹി തഅബ്ബുദ് ഫയുഫീദുൽ ഇസ്തിഹ്ബാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഅബ്ബുദിന്റെ അതൊരു ഇബാദത്ത് എന്നോണം ചെയ്ത പ്രവർത്തനം ആണെങ്കിൽ അത് അങ്ങനെ ചെയ്താൽ അതിന്റെ അസ്ൽ അത് മുസ്തഹബാണ്. ഇപ്പൊ തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യം അത് മുസ്തഹബാണ് എന്നാണ്. അത് വുജൂബാകണമെങ്കിൽ, വാജിബാകണമെങ്കിൽ അവിടുന്ന് പ്രത്യേകമായി അത് പറയണം. യാത്രയിൽ നിങ്ങൾ 2 നിസ്കരിക്കാൻ പാടുള്ളൂ, യാത്രയിൽ നിങ്ങൾ 4 ആക്കാൻ പാടില്ല എന്ന രൂപത്തിൽ പറഞ്ഞാലാണ്. ഇത് യാത്രയുടെ ഒരു കാര്യം പറഞ്ഞതാണ്, ഇത് പൊതു തത്വമാണ്. അങ്ങനെ ഒരു പ്രവൃത്തി കണ്ടാൽ അത് വജ്ഹു തഅബ്ബുദാണെങ്കിൽ അത് മുസ്തഹബാണ്, അതേപോലെ തന്നെ അത് വാജിബാണെന്ന് അറിയിക്കുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തി മാ ഫഅലഹു ബിമുഖ്തലൽ ജിബില്ല. അവിടുത്തെ ഒരു മാനുഷികമായ പല പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ഉറക്കം, ഭക്ഷണം, ക്ഷീണം ഉണ്ടാകുമ്പോൾ വിശ്രമിക്കുക, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ അത് മാനുഷികമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഈ കാര്യം മാനുഷികമായ പ്രവർത്തനങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ച ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ, അത് കഴിക്കുന്നതാണ് മുസ്തഹബ് എന്നറിയിക്കുന്നില്ല. ഓരോ നാട്ടിൽ എന്താണോ കിട്ടുന്നത് അതൊരാൾക്ക് കഴിക്കാവുന്നതാണ്, ഹലാലായ കാര്യങ്ങൾ കഴിക്കാവുന്നതാണ്. അതേപോലെ അവിടുന്ന് എങ്ങനെയാണോ ഉറങ്ങിയത്, ഏത് മെത്തയിലാണോ ഉറങ്ങിയത്, അതേ മെത്തയിൽ ഉറങ്ങിയാലേ അതിന്റെ കൂലി പ്രതീക്ഷിക്കാൻ പാടുള്ളൂ എന്നില്ല. മറിച്ച് അത് ജിബില്ലത്തായ അവിടുത്തെ പ്രകൃതിയായി ചെയ്ത പല കാര്യങ്ങൾ, അവിടുത്തെ താല്പര്യത്തിന് ചെയ്തതായ കാര്യങ്ങളാണ്. അങ്ങനെ രണ്ടാമത്തെ ഒരു ഇനമുണ്ട്. മൂന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞത് മാ ഫഅലഹു അലാ വജ്ഹിൽ ആദ. നാട്ടു നടപ്പിനായി, നാട്ടിൽ പൊതുവെ ആളുകൾ എന്താണോ ചെയ്തത് ആ രൂപത്തിൽ ചെയ്തതായ പ്രവർത്തനങ്ങളുണ്ട്. ഇത് നമ്മൾ അല്പം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം പറയുന്നു ഫഹാദ യകൂനു സുന്നത്തൻ ഫി ജിൻസിഹി ലാ ഫി നൗഇഹി. ഈ പറയുന്ന കാര്യം ആ ഇനം, ആ മൊത്തത്തിൽ ഇനം അഥവാ നാട്ടുകാരുടെ രീതി നമ്മൾ സ്വീകരിക്കുക. ആ നാട്ടിൽ എന്താണ് ഒരു ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാകും. അതിനോട് നമ്മൾ സുന്നത്താണ്, പക്ഷെ ആ ഇനം തന്നെ സ്വീകരിക്കൽ സുന്നത്തല്ല. എന്നിട്ട് അദ്ദേഹം ഉദാഹരണം ഉടൻ തന്നെ പറയുന്നുണ്ട്. മിസാലു ദാലിക ലുബ്സുൽ ഇമാമത്തി വൽരിദാഇ വൽലിസാ. ഒരാള് തുണി ഉടുക്കുന്നു, ഇസാർ, റിദ മേൽമുണ്ടുടുക്കുന്നു, തലയിൽ ഇമാമ കെട്ടുന്നു. വഹാദ മിൻ ഫിഅലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ വജ്ഹിൽ ആദ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടുകാർ ചെയ്തു എന്നതുകൊണ്ട് ചെയ്തതാണ്. ലിഅന്ന അന്നാസ യഅ്താദൂന ഹാദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തത് നാട്ടുകാർ അങ്ങനെ, അതാണ് നാട്ടുകാരുടെ വസ്ത്രം അല്ലെ. ഇഹ്റാം കെട്ടുമ്പോൾ നമ്മൾ വസ്ത്രം കാണുന്നില്ലേ, അത് മക്കയിലെ പൊതുവെ വസ്ത്രമായിരുന്നു. നമ്മൾ ഇഹ്റാമിനെ ധരിക്കാറുള്ളൂ. തുണി ഉടുക്കുക, മുകളിലൊരു തുണി ഇങ്ങനെ ധരിക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ അവിടെ സ്ഥിരമായി ആളുകൾ ചെയ്തിരുന്ന വസ്ത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇഹ്റാമിലല്ലാത്ത സമയത്തും അങ്ങനെയാണ് അവിടുന്ന് ധരിച്ചിട്ടുള്ളത്. വലം യരിദ് അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അമറ അൻ യൽബസ അൽ ഇൻസാനു ഫി ഗൈറിൽ ഇഹ്റാമി അൽ ഇസാർ ഔ റിദ. ഇസാറു റിദാവും ഇഹ്റാമിലല്ലാതെ ധരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടേയില്ല. അതുപോലെ തന്നെ അൽ ഇമാമ, തലയിൽ കെട്ടുക എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൽപ്പിച്ചിട്ടേയില്ല. വമാ വറദ ഫി ഫദ്ലിൽ ഇമാമത്തി ഫഹുവ ദഈഫ്. ഇമാമത്ത് തലയിൽ കെട്ടുക എന്നതുമായി ബന്ധപ്പെട്ട ശ്രേഷ്ഠത അറിയിക്കുന്ന ഹദീസുകളെല്ലാം തന്നെ ദഈഫാണ്, ദുർബലമാണ്. സഹീഹായ ഒരു ഹദീസും അതിലില്ല. ഫഹാദ സുന്നത്തുൻ ഫി ജിൻസിഹി ലാ ഫി നൗഇഹി. ഇത് ആ ഇനത്തിന്റെ സുന്നത്താണ്, ആ പ്രത്യേകമായ അഥവാ ഇനത്തിന്റെ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാരെന്താണോ അവിടെ ഉപയോഗിച്ചത് അത് ഉപയോഗിക്കുക എന്നതേ അവിടെ സുന്നത്തുള്ളൂ. ആ ഇനം തന്നെ എടുത്ത് എന്താണോ ഉപയോഗിച്ചത് എന്നുള്ളത് അതേപോലെ ചെയ്യുക എന്നുള്ളത് സുന്നത്തല്ല എന്നാണ്. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയോട് ധാരാളം സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയം ചോദിക്കുന്നുണ്ട്. ഒരു അറബ് രാജ്യത്ത് നിന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അഥവാ ആ ചോദ്യത്തിൽ ഇങ്ങനെയാണ്: ഈ നാട്ടിൽ ചില ചെറുപ്പക്കാരായ ആളുകൾ, അറബി ഞാൻ വായിക്കുന്നില്ല, അത് അറിയപ്പെട്ട അദ്ദേഹത്തിന്റെ ഫത്വ, ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇമാമ ധരിക്കുന്നുണ്ട്. സുന്നത്താണെന്ന് മനസ്സിലാക്കി ഒരൽപ്പം ചെറുപ്പക്കാർ ഇമാമ ധരിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ ഹുക്കം? അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, അതൊരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ അഹ്ലു ബലദ്, നാട്ടുകാരായ ആളുകൾ എന്തുകൊണ്ടാണോ തല മറക്കുന്നത് അതുകൊണ്ടേ നിങ്ങൾ മറക്കേണ്ടതുള്ളൂ. അതിന് നാട്ടുകാർ ആരും മറക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മറക്കണമെന്ന് തന്നെ ഇല്ല. അദ്ദേഹം പറയുകയാണ് അത് അങ്ങനെ തന്നെ ചെയ്യുക. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
സുന്നത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാമ നിങ്ങൾ ധരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇസാറും റിദാവും ഒക്കെ ധരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ധരിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇസാറും റിദാവും ധരിക്കണം. നാട്ടിൽ ഒരാൾ തുണിയും മേലൊരു മേൽമുണ്ടുമായി നടക്കണം ഇല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടുകാരോട് യോജിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇബ്നു ഉസൈം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നഹു യുസന്നു ലിൽ ഇൻസാനി അൻ യൽബസ മാ യഅതാദുഹു الناس വലാ യഖ്റുജു അൻ ആദതിഹിം. ഒരിക്കലും തന്നെ മനുഷ്യന്മാർ നാട്ടിലുള്ള ജനങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിനോട് എതിരാകേണ്ടതില്ല, അവരുടെ പൊതുരീതിയോട് എതിരാകേണ്ടതില്ല. ലിഅന്നഹു ഇദാ ഖറജ അൻ ആദതിഹിം സാറ ലിബാസുഹു ലിബാസ ശുഹ്റ വലിബാസു ശുഹ്റതി മൻഹിയുൻ അൻ. കാരണം ജനങ്ങളുടെ വസ്ത്രധാരണത്തിനോട് എതിരായാൽ അത് പ്രസിദ്ധിയുടെ വസ്ത്രമായി തീരും. പ്രസിദ്ധിയുടെ വസ്ത്രമാകട്ടെ അത് വിലക്കപ്പെട്ടതുമാണ്, ലിബാസു ശുഹ്റ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, തലയിൽ ഇമാമ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തു എന്നുള്ള കാരണത്താൽ ഒരിക്കലും തന്നെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ശീലമില്ല എങ്കിൽ അത് ചെയ്യേണ്ടതില്ല. ഇനി തല മറക്കുന്ന വിഷയമാണെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ തലമറക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് ശരിയായ അഭിപ്രായം? അദ്ദേഹം പറയുന്നത്, തുല്ലാബുൽ ഇൽമാണ്, മതവിദ്യാർത്ഥികളാണ് ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ നാട്ടിൽ സാധാരണക്കാരായ ആളുകൾ പൊതുവെ തലമറക്കാറില്ല എങ്കിൽ നിങ്ങളും തലമറക്കേണ്ടതില്ല. പൊതുവെ തലമറക്കാറില്ല എങ്കിൽ തലമറക്കേണ്ടതില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നാൽ മതവിദ്യാർത്ഥിയായ നിങ്ങൾ, മതവിദ്യാർത്ഥികളായ ദീന് പഠിക്കുന്ന അത് പ്രചരിപ്പിക്കുന്നവരായ നിങ്ങൾ അത് മറക്കാൻ ശ്രദ്ധിക്കുക. പൊതുവെ തുല്ലാബുൽ ഇൽമ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്ക് യോജിച്ചിട്ടുള്ളതാണ് തലമറക്കുക എന്നുള്ളത്. കാരണം എല്ലാ കാലഘട്ടത്തിലും എല്ലാ നാടുകളിലും അതുള്ളതാണ്. നമ്മുടെ നാട്ടിലെയും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇൽമു പഠിക്കുന്ന ആളുകൾ, അത്തരം ദർസുകളിലുമൊക്കെയുള്ള ആളുകൾ, അവർ പണ്ട് കാലത്തെ തന്നെ ആ രൂപത്തിലുള്ള വസ്ത്ര രീതി സ്വീകരിച്ചിട്ടുണ്ട്. അതല്ലാതെ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമ്മുടെ നാട്ടിൽ തലമറക്കുക എന്ന് പറയുന്ന രീതി ഇല്ല എങ്കിൽ അത് പ്രത്യേകമായി മറക്കണം. പ്രത്യേകിച്ചും അങ്ങനെ ചെയ്യുന്നതിൽ ആളുകൾക്കിടയിൽ വലിയൊരു ശുഹ്റത്ത്, എല്ലാവരും നോക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ എല്ലാവരും അത്ഭുതപ്പെടുന്ന ഒരവസ്ഥ ഉണ്ട് എങ്കിൽ അത് ചെയ്യേണ്ടതില്ല എന്നാണ്. ഇനി ഒരുപക്ഷെ നമുക്ക് സംശയമുള്ള മറ്റൊരു കാര്യമാണ്, നമ്മളൊക്കെ പലരും ധരിക്കുന്ന ഖമീസ് എന്ന് പറയുന്ന നീളക്കുപ്പായം. ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു സംശയം വന്നപ്പോൾ, ഇങ്ങനെയുള്ള ഇബ്നു ഉസൈം റഹിമഹുള്ളാഹുവിന്റെ ഫത്വയിൽ അദ്ദേഹം ഖമീസിനെ കുറിച്ച് സംസാരിച്ചതില്ല. പക്ഷെ ഇങ്ങനെ ഒരു സംശയം വന്നപ്പോൾ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാഹ് മസ്ജിദ് നബവിയിൽ മുദരിസാണ്, അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അത് കുഴപ്പമില്ല, അത് ലിബാസു സുന്നത്താണ്, സുന്നത്തിന്റെ വസ്ത്രമാണ്, അത് ധരിച്ചുകൊള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും പണ്ഡിതന്മാരുടെ ഭൂരിഭാഗ പണ്ഡിതന്മാരുടെ ഫത്വകളൊക്കെ നോക്കുമ്പോൾ അതിന്റെ ഒരു അടിസ്ഥാനം നോക്കുന്ന സമയത്ത് പൊതുവെ ഒരു നാട്ടിൽ അങ്ങനെ ഒരു വസ്ത്രം ഒരാൾ ധരിക്കുന്ന സമയത്ത് വളരെയധികം ശുഹ്റത്ത് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ആളുകളൊക്കെ ഇയാൾ ഏതാണ് ഒരു മനുഷ്യൻ എന്ന രൂപത്തിൽ അയാളെ നോക്കിക്കാണുന്ന ഒരവസ്ഥയുണ്ട് എങ്കിൽ നാട്ടുകാരുടെ വസ്ത്രരീതി സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. നാട്ടുകാരുടെ വസ്ത്രരീതി സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. കാരണം ഓരോ നാടും വ്യത്യാസപ്പെട്ടിരിക്കും. എല്ലാ നാട്ടിലെയും ആളുകൾ ഒരേപോലെയല്ല. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളും കാഫിരീങ്ങളും അങ്ങനെയുള്ള പല രൂപത്തിലുള്ള ആളുകൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നാടുകളിൽ ചിലപ്പോൾ ചില ഏരിയകളിൽ മുസ്ലിമീങ്ങൾ അധികമുള്ള കൂടുതലുള്ള സ്ഥലങ്ങളായിരിക്കാം. അവിടെ ഇങ്ങനെയുള്ള വസ്ത്രം ധരിക്കുന്നതിൽ പൊതുവെ ആളുകൾക്കൊരു ഒരു അത്ഭുതം ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ആളുകൾ ധാരാളം ഉള്ള സ്ഥലങ്ങളായിരിക്കും. അവർക്ക് പ്രത്യേകിച്ച് അതിലൊരു അത്ഭുതം തോന്നുകയില്ല. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ധരിക്കുക എന്നുള്ളത് വളരെയധികം ആളുകൾ വിചിത്രമായി കാണുകയും നമ്മളൊരു പ്രത്യേക ഒരു നോട്ടക്കാരനായി തീരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് എങ്കിൽ വല്ലാഹു അലം ഏറ്റവും യോജിക്കുന്നത്, പല പണ്ഡിതന്മാരോട് നേരിട്ട് ഫത്വ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, നാട്ടുകാരുടെ വസ്ത്ര രീതി സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും അവിടെ അഭികാമ്യമായിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു വസ്ത്ര രീതി നമ്മൾ ധരിക്കുന്നത് കൊണ്ടൊരു പ്രശ്നം ഉണ്ടാകുമെങ്കിൽ ഒരിക്കലും ഞാൻ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവനാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ എന്തു പ്രശ്നം വന്നാലും അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന തീരുമാനം ആരും എടുക്കേണ്ടതില്ല. മറിച്ച് പൊതുവെ ആ നാട്ടിൽ ഒരാൾ ഈ ഖമീസ് മാറ്റി ഒരു ജുബ്ബയോ അല്ലെങ്കിൽ തുണിയോ ധരിച്ചാൽ ചിലപ്പോൾ യാതൊരു കുഴപ്പമുണ്ടാവില്ല. അങ്ങനെയുള്ള ധാരാളം ആളുകൾ ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു ഷർട്ടോ ഒരു തുണിയോ ധരിച്ചാൽ യാതൊരു കുഴപ്പവും ഉണ്ടാവുകയില്ല. അവിടെ പൊതുവെ അങ്ങനെയുള്ള ധാരാളം ആളുകൾ ഉണ്ട് എങ്കിൽ അങ്ങനെ ധരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഇനി അതല്ലാത്ത ചില വസ്ത്രങ്ങൾ, അതൊരു പക്ഷേ നാട്ടുകാർ ധരിക്കുന്നത് എല്ലാവരും ഒരു ഹറാമായ രീതിയിലുള്ള വസ്ത്ര രീതിയാണ് എന്ന് വിചാരിക്കുക. നാട്ടുകാരോട് യോജിക്കുക എന്ന് പറഞ്ഞാൽ ഹറാമായ കാര്യത്തിൽ നമുക്ക് ഒരിക്കലും യോജിക്കാൻ സാധിക്കുകയില്ല. ഒരു നാട്ടിൽ എല്ലാവരും മുട്ടിന്റെ മേലുള്ള ഷോർട്സും ടൈറ്റ് ടീഷർട്ടും ഒക്കെയാണ് ധരിക്കുന്നത് എങ്കിൽ നമുക്ക് നാട്ടുകാരോട് യോജിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം അത് ഹറാമായ കാര്യത്തിനാണ്. ഹറാമായ കാര്യത്തിന് നമുക്ക് ആദത്തുകളെ, നാട്ടു നടപ്പുകളെ പിൻപറ്റാൻ പാടില്ല. ആദത്തുകളെ പിൻപറ്റാൻ പറ്റുന്നത് ദീനിൽ
ഹലാലായ കാര്യങ്ങൾ, അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ മാത്രമാണ്. ഒരു നാട്ടിൽ എല്ലാവരും ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള പാൻസും വളരെ ടൈറ്റ് ആയിട്ടുള്ള ഷർട്ടുമാണ് ധരിക്കുന്നത് എങ്കിൽ ആ നാട്ടുകാരോട് യോജിക്കാൻ നമുക്ക് അങ്ങനെ ഒരിക്കലും ആകാൻ സാധിക്കുകയില്ല. എന്നാൽ അതല്ലാത്ത ഒരാൾ, ഒരു നാട്ടിലൊക്കെ പൊതുവെ വളരെ ലൂസായിട്ടുള്ള ഒരു പാൻറ്റും അങ്ങനെ ഒരു ആകൃതിയൊന്നും കാണാത്ത രൂപത്തിലൊരു പാൻറ്റും ഷർട്ടുമാണ് ഒരാൾ ധരിക്കുന്നത് എങ്കിൽ ഭൂരിഭാഗം പണ്ഡിതന്മാർ, അല്ല ഏകദേശം എല്ലാ പണ്ഡിതന്മാരും ഫത്വ നൽകിയിട്ടുള്ളത് അത് അനുവദനീയമാണ് എന്നാണ്. കാരണം അത്തരത്തിലുള്ള പാൻറ്റുകൾ പോലെയുള്ള വസ്ത്രങ്ങൾ അത് പണ്ഡിതന്മാർ ഹറാമാണ് എന്ന് പറഞ്ഞത് അത് നിസ്കാരത്തിലും മറ്റുമൊക്കെ അവരുടെ ആകൃതി വളരെയധികം വ്യക്തമാകുന്ന, അയാളുടെ ഔറത്ത് വളരെയധികം വ്യക്തമാകുന്ന രീതിയിൽ ധരിക്കുമ്പോഴാണ്. അതല്ലാത്ത രീതിയിൽ അല്പം വീതിയുള്ള, വ്യാസമുള്ള, അങ്ങനെയുള്ള രൂപത്തിലുള്ള പാൻറ്റുകൾ ധരിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത്. അഥവാ നമ്മൾ ഇവിടെ പറയാൻ കാരണം പല സലഫികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഒരു അവ്യക്തതയുണ്ട്. ഇപ്പൊ ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, അവർക്ക് ചില ജോലിക്ക് പോകുന്ന സമയത്ത് അവർക്ക് പാൻറ്റും ഷർട്ടും ഒക്കെ ധരിക്കേണ്ടി വരുന്നു, അപ്പൊ ആ ജോലി സ്വീകരിക്കാൻ പറ്റുമോ എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ഡിതന്മാർ ഹറാമല്ല എന്ന് പറഞ്ഞ പാൻറ്റും ഷർട്ടും ഉണ്ട്. അത് എന്ന് പറഞ്ഞാൽ വളരെ വീതിയുള്ള, ഔറത്തിന്റെ ഭാഗങ്ങളൊന്നും ടൈറ്റായി കാണാത്തതായ, കുറച്ചല്പം വീതിയിൽ ഒരാൾ അങ്ങനെയുള്ള രൂപത്തിലുള്ള പാൻറ്റും ഷർട്ടും ധരിക്കുകയാണെങ്കിൽ പണ്ഡിതന്മാർ അത് ഹറാമാണ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് കാരണത്താൽ പലരും നല്ല ജോലിയായിരിക്കും, ആണും പെണ്ണും കൂടിക്കലരാത്ത, ഇഖ്തിലാത്തില്ലാത്ത, മറ്റ് ഹറാമുകളില്ലാത്ത, പലിശയുമായി ബന്ധമില്ലാത്ത, ബാക്കിയെല്ലാം ഒത്തു വന്നിട്ടുണ്ടാകും. പക്ഷെ ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടാകും. ചിലപ്പോൾ അവന്റെ പണി ആ രൂപത്തിലുള്ളതായിരിക്കും, അങ്ങനെയുള്ള വസ്ത്രം ധരിച്ച് അവിടെ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അത് കാരണത്താൽ ഒരിക്കലും തന്നെ അവൻ അത്തരം ജോലികൾ ഒഴിവാക്കേണ്ടതില്ല. കാരണം വിശാലമായ അങ്ങനെയുള്ള ടൈറ്റായിട്ടല്ല, വളരെ ടൈറ്റ് അല്ലാത്തതായ ഒരു പാൻറ്റും ഷർട്ടും ധരിക്കുന്നത്, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള സമയത്ത് ധരിക്കുന്നത് അത് ഹറാമല്ല എന്ന് തന്നെയാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത്, ഫത്വ നൽകിയിട്ടുള്ളത്. അത് അത്തരം ആവശ്യമുള്ള ആളുകൾ പണ്ഡിതന്മാരുടെ ഫത്വ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുക. അതല്ലാതെ ഒന്നും തന്നെ അറിയാത്ത ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് പെട്ടെന്ന് എടുത്തുചാടി സംസാരിക്കുന്ന, ദീനി വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്ന ആളുകളുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. മറിച്ച് ഭൂരിഭാഗം ഉലമാക്കൾ, കിബാറുകളായ മഹാന്മാരായ പണ്ഡിതന്മാർ നൽകിയ ഫത്വകൾ അധികവും നമുക്ക് ഈ രൂപത്തിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അഅലം. എൻ സഹോദരങ്ങളെ, നാലാമത്തെ ഇനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവൃത്തിയുടെ മൂന്നാമത്തെ ഇനമാണ്. ആദത്താണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. നാലാമത്തെ ഇനം മാ ഫഅലഹു ഇത്തിഫാഖൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവൃത്തി ചെയ്യുന്നത് അതൊരു ഇത്തിഫാഖായി, അഥവാ അവിടെ അങ്ങനെ സംഭവിച്ചതാണ്, അതിനു വേണ്ടി ചെയ്തതല്ല, ഖസ്ദനല്ല, ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തതല്ല. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അത് ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഹജ്ജിന് വേണ്ടി എത്തിയത് 4-ാമത്തെ ദിവസമാണ്. ദുൽഹിജ്ജ 4-നാണ് അവിടെ എത്തിയത്. അത് അവിടുത്തെ യാത്ര ആ രൂപത്തിലായിരുന്നു. അങ്ങനെ ദുൽഹിജ്ജ 4-നാണ് അവിടേക്ക് പ്രവേശിച്ചത്. അതൊരിക്കലും തന്നെ ഹജ്ജിന് പോകുന്ന ആളുകളുടെ സുന്നത്ത് ദുൽഹിജ്ജ 4-ന് മക്കയിലേക്ക് പ്രവേശിക്കുക എന്നറിയിക്കുന്നില്ല. മറിച്ച് അത് ഇത്തിഫാഖൻ അങ്ങനെ സംഭവിച്ചതാണ്. അവിടുന്ന് അങ്ങനെ എന്താ പറയാ, യാദർച്ഛികമായി സംഭവിച്ച കാര്യമാണ്. അതല്ലാതെ 4-ന് കയറുന്ന ഒരു സുന്നത്തായിട്ട് സംഭവിച്ചതല്ല. ഈ വിഷയം മനസ്സിലാക്കുന്നതിൽ ഫായിദയുണ്ട്. അതിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പല സ്ഥലങ്ങളിൽ ഇറങ്ങുകയും അവിടെ നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ ഇറങ്ങുകയും അവിടെ നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലങ്ങളെല്ലാം തേടിക്കൊണ്ട് അവിടെ ഇറങ്ങി നിസ്കരിക്കുക എന്നുള്ളത് ഒരിക്കലും സുന്നത്തല്ല. ഈ പ്രവൃത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവൃത്തിയാണ്, പക്ഷേ അത് നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രവൃത്തിയല്ല. ആ പ്രവൃത്തി കൊണ്ട് ഇസ്തിഹ്ബാബ് അറിയിക്കുന്നില്ല, മുസ്തഹബാണ് എന്ന് അറിയിക്കുന്നില്ല. മറിച്ച് അത് ഏത് രൂപത്തിലാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സംഭവിച്ചതാണ്, ഇത്തിഫാഖാണ്, യാദർശികമായി സംഭവിച്ചതാണ്. അവിടെ എത്തിയപ്പോൾ നിസ്കാരത്തിന് സമയമായി അവിടെ ഇറങ്ങി, മറ്റൊരു സ്ഥലത്ത് എത്തിയപ്പോൾ നിസ്കാരത്തിന്റെ സമയമായി അവിടെ ഇറങ്ങി, അങ്ങനെയുള്ളതാണ്. അതുകൊണ്ട് എവിടെ എത്തിയാലാണോ നിസ്കാര സമയമാകുന്നത് അവിടെ ഇറങ്ങുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പല ആളുകളും എന്തു ചെയ്തു, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച പല നിസ്കാര സ്ഥലങ്ങളും തേടിക്കൊണ്ട് അവിടെ വെച്ച് നിസ്കാരം ആരംഭിക്കാൻ തുടങ്ങി. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് ശക്തമായി വിലക്കുകയും പറയുകയും ചെയ്തു. മുൻകാലത്തുള്ള പല സമുദായം നശിച്ചു പോയത് അവരുടെ അമ്പിയാക്കളുടെ ഇത്തരം ആസാറുകൾ, അവരുടെ ഇങ്ങനെയുള്ള അടയാളങ്ങൾ അത് പരതിപ്പോയിട്ടാണ്. കാരണം അത് പരതിപ്പോയി പിന്നീട് അത് ബറക്കത്തെടുക്കും, പിന്നീട് അവിടെ വെച്ച് പ്രാർത്ഥിക്കും, പിന്നീട് അവിടുന്ന് നബിയോട് തന്നെ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ആ സാലിഹ്യങ്ങളോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെ ഇത്തിഫാഖായി യാദർശികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച അത്തരം പ്രവർത്തനങ്ങൾ അതിന്റെ അസ്ൽ മുസ്തഹബാണ് എന്ന് പറയുകയില്ല എന്നാണ്
വന്നിട്ടുള്ളത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തികൾ നമ്മൾ പറഞ്ഞു 4 രൂപത്തിലാണ്. ഒന്നാമത്തത് അത് വജ്ഹു തഅബ്ബുദ്, ഒരു ഇബാദത്ത് എന്നോണം ചെയ്യലാണ്, അതിന്റെ അസലാണ് മുസ്തഹബാണ് എന്ന് പറഞ്ഞത്. രണ്ടാമത്തത് അവിടുത്തെ ജീവിത ചര്യകളിൽപ്പെട്ട ചില കാര്യങ്ങളായിരിക്കും, അവിടുത്തെ പ്രകൃതിയാൽ അവിടുന്ന് ചെയ്തിരുന്ന പല കാര്യങ്ങളായിരിക്കും, അതിന് പ്രത്യേകിച്ച് മുസ്തഹബ് എന്ന് പറയുകയില്ല. അവിടുന്ന് പ്രത്യേകം അവിടുന്ന് ഉറങ്ങുന്നത്, എന്നാൽ ഉറങ്ങുന്ന രീതി അത് നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ഇബാദത്ത് എന്നോണം തന്നെ എങ്ങനെയാണ് കിടക്കേണ്ടത്, കിടക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം, അങ്ങനെ സുന്നത്തുകൾ അത് വേറെ പഠിപ്പിച്ചിട്ടുണ്ട്. പറയുന്നത് ജിബില്ലത്തായ അവിടുന്ന് ക്ഷീണം വന്നാൽ എന്ത് ചെയ്യുമായിരുന്നു, അവിടുന്ന് എങ്ങനെയായിരുന്നു, ഏതൊക്കെ സമയത്ത് കുളിക്കുമായിരുന്നു, അതൊക്കെ പ്രകൃതിയാൽ അവിടുന്ന് ചെയ്യുന്നതായ ചില കാര്യങ്ങളാണ്. മൂന്നാമത് നമ്മൾ പറഞ്ഞു ആദത്തായിട്ടുള്ള കാര്യമാണ്. ആദത്തായിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഓരോ കാലഘട്ടത്തിലെയും ഹലാലായ അനുവദിക്കപ്പെട്ട ആദത്തിനോട് യോജിക്കുക എന്ന പ്രവൃത്തി ഒരാൾ ചെയ്യുമ്പോഴാണ് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിക്കുന്നത്. വസ്ത്രധാരണത്തിലാകട്ടെ ഏത് കാര്യത്തിലാകട്ടെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെയ്ത കാര്യം എന്താണ്, ആദത്തിനെ പിൻപറ്റുക എന്നുള്ളത്. അപ്പോൾ ആ സുന്നത്ത് കിട്ടേണ്ട ഒരാൾ ചെയ്യേണ്ടതും ആദത്തിനെ പിൻപറ്റുക എന്നുള്ളതാണ്. ആ ആദത്ത് ഹറാമിലേക്ക് എത്താത്തിടത്തോളം കാലം. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിലേതാണ് മുസ്തഹബ് ആകുന്നത്, ഇനി മുസ്തഹബ് ആകുന്ന സമയത്ത് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് പോലെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, മൽ ഫായിദതു മിൻ ദിക്രി അബീ ബക്കർ വ ഉമർ വ ഉസ്മാൻ ഫി അന്നഹും കാനൂ യഖ്സുറൂന അസ്സലാ അലാ യുക്തഫാ ബിദിക്രി സുന്നത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്തപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്ന് പറയുന്നതിന് പുറമെ അബൂബക്കറും ഉമറും ഉസ്മാനും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞത് എന്താണ് അതുകൊണ്ടുള്ള ഫായിദ? കാരണം ഒരു അമൽ സ്ഥിരപ്പെടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അദ്ദേഹം അതിന്റെ കൂടെ തന്നെ അബൂബക്കർ ഉമർ ഉസ്മാൻ കദാലിക് എന്നെടുത്തു പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്ത് ഫായിദയാണ് ഉള്ളത് എന്നാണ്. ഇപ്പോൾ വിദ്യാർത്ഥികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഹദീസിലൊക്കെ വരുന്ന കാര്യങ്ങൾ ശരിക്കും ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് കൂടുതൽ ഫായിദകൾ അതിലൂടെ കിട്ടുമെന്നാണ്. കാരണം ഇതിലൂടെ ഫായിദയുണ്ട്, ഈ കാര്യം നസ്ഖ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന ഒരു ഫായിദ പിൽക്കാലക്കാരായ ആൾക്ക് കിട്ടും, ദുർബലപ്പെട്ടിട്ടില്ല എന്നുള്ളത്. കാരണം നമുക്കറിയാം ശരീഅത്തിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ് നസ്ഖ് എന്ന് പറയുന്ന കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ ആദ്യം ഇറക്കിയ ചില നിയമങ്ങൾ അത് ആദ്യ കാലഘട്ടത്തിലേക്കായിരിക്കും, പിന്നീട് അത് ദുർബലപ്പെടുത്തിക്കൊണ്ട് മറ്റ് നിയമങ്ങളുണ്ടാകും. അപ്പൊ നമുക്ക് നസ്സുകൾ രണ്ടും നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം പറഞ്ഞ നസ്സും ഉണ്ടാകും, ദുർബലപ്പെടുത്തിയ കാര്യം അതിന്റെ ഹുക്കും അതുപോലെ നമ്മൾ ചെയ്യേണ്ടതുണ്ടാവുകയില്ല. ഖുർആനിലുണ്ടാകാം, ഹദീസിലുണ്ടാകാം, നസ്ഖുണ്ട്, അതറിയണം. ഇപ്പൊ രണ്ടാമത് പറഞ്ഞ നിയമം അത് ആദ്യത്തിനെതിരല്ല. കാരണം ആദ്യം അല്ലാഹു തആല ശരീഅത്ത് ഇറക്കുന്ന സമയത്ത് എളുപ്പമാകുന്നതിന് വേണ്ടി ചിലപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. മദ്യത്തിന്റെ കാര്യമാണെങ്കിൽ ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് മദ്യം അത് നിസ്കാരത്തിൽ മാത്രം ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു. നിസ്കാരത്തിൽ എത്തുമ്പോൾ ഒഴിവാക്കാൻ പാടില്ല. 5 നേരം നിസ്കാരമുണ്ട്, അവർക്ക് എളുപ്പമായി, അവരങ്ങനെ, കാരണം ലഹരിയോടുകൂടി നിസ്കാരത്തിൽ വരാൻ പാടില്ല. അപ്പോൾ രാത്രി മാത്രമേ കുടിക്കാൻ പാടുള്ളൂ, അങ്ങനത്തെ അവസ്ഥ എത്തി. കാരണം ഓരോ നേരവും കഴിഞ്ഞ അടുത്ത നിസ്കാരം വരും. പിന്നീട് ഘട്ടത്തിലാണ് നിസ്കാരം ലഹരി അഥവാ മദ്യം പൂർണ്ണമായി ഹറാമാക്കിയത്. അപ്പൊ ആദ്യത്തെ നിയമം അത് നസ്ഖ് ചെയ്തു, പുതിയ നിയമം വന്നു. ഇങ്ങനെ നസ്ഖ് ചെയ്ത ചില നസ്സുകൾ അത് പൂർണ്ണമായി അല്ലാഹു തആല ഖുർആനിലുള്ള വന്ന കാര്യം ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഇന്ന് ഉണ്ടാവുകയില്ല. അങ്ങനെ ഒഴിവാക്കിയ കാര്യങ്ങളുണ്ട്. എന്നാൽ ഒഴിവാക്കാതെ തന്നെ 2 നസ്സുകൾ ഉണ്ടാവുകയും അതിൽ ഒന്നിന്റെ ഹുക്കും അത് സ്ഥിരപ്പെടുകയും ഒന്ന് സ്ഥിരപ്പെടാതെ മൻസൂഖായി പോവുകയും ചെയ്യുന്ന കാര്യമുണ്ട്. അത് ഹദീസിലുണ്ട്. ഇവിടെ ഈ ഹദീസിൽ ഖസ്റിന്റെ വിഷയത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഇത് പറഞ്ഞ കാരണത്താൽ ഇത് ഖസ്ർ ചെയ്തിട്ടില്ല, ഇത് നസ്ഖ് ചെയ്തിട്ടില്ല എന്ന കാര്യത്തിൽ ഉറപ്പായി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വഫാത്തിന് ശേഷം പിന്നെ നസ്ഖില്ല. ഇത് അതേപോലെ അബൂബക്കറും ഉമറും ഉസ്മാനും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് ദീനിൽ സ്ഥിരപ്പെട്ട ഗണ്യതമായ ഒരു തെളിവാണ്. ഖസ്റാക്കുക എന്നുള്ളത് ഗണ്യതമായ തെളിവാണ്, ആർക്കും സംശയം വേണ്ടതില്ല. അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ സംശയമുണ്ട് എങ്കിൽ അത് വേണ്ടതില്ല. അബൂബക്കറും ഉമറും ഉസ്മാനും ഒക്കെ ഖസ്റാക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പല കാര്യത്തിലും നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒച്ചത്തിൽ ഓതിയിരുന്നില്ല എന്ന ഹദീസ് പറയുമ്പോൾ സഹാബി പറയുന്നുണ്ട്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ട്, അബൂബക്കറിന്റെ പിന്നിൽ നിസ്കരിച്ചിട്ടുണ്ട്, ഉമറിന്റെ പിന്നിൽ, ഉസ്മാന്റെ പിന്നിൽ, അലിയുടെ പിന്നിലൊക്കെ നിസ്കരിച്ചിട്ടുണ്ട്. കുല്ലുഹും യബ്ദഊന الصلاة ബിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും നിസ്കാരം ആരംഭിച്ചത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതിയിട്ടാണ്. അഥവാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒച്ചത്തിൽ അവർ ഓതുമായിരുന്നില്ല, പതുക്കെയാണ് ഓതാറുണ്ടായിരുന്നത് എന്നാണ്. അഥവാ അത് നസ്ഖ് ചെയ്തിട്ടില്ല, മറിച്ച് അത് ആ ഹുക്മ് അങ്ങനെ തന്നെയാണ് ബാക്കിയായിട്ടുള്ളത് എന്നൊരു വലിയ ഫായിദ പിൽക്കാലക്കാരായ പണ്ഡിതന്മാർക്ക് ഇജ്തിഹാദ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അതുമൂലം ലഭിക്കും എന്നുള്ളതാണ് അതിലുള്ള കാര്യം.
ഇനി ഇവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖസ്റാക്കിയിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് അദ്ദേഹം ഖസ്റാക്കിയിരുന്നില്ല എന്ന് പറയുന്നത് ഹജ്ജിന്റെ വേളയിൽ മിനയിലുള്ള ആ നിസ്കാരങ്ങൾ മാത്രമാണ്. അതല്ലാതെ യാത്രയിൽ പിന്നീട് അദ്ദേഹം ഖസ്റാക്കിയിട്ടില്ല എന്നല്ല. അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. ഹജ്ജിന് വരുന്ന സമയത്ത് മിനയിൽ വെച്ച് ഖസ്റാക്കണമോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് അവസാനത്തെ 4 വർഷത്തിൽ അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അദ്ദേഹം അത് പൂർത്തിയാക്കി നിസ്കരിച്ചത്. അതല്ലാത്ത മറ്റെല്ലാ യാത്രകളിലും അദ്ദേഹം ഖസ്റാക്കുമായിരുന്നു. അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ഉദ്ദേശിച്ചത് അത് ശരിയല്ലാതല്ല, അങ്ങനെ തെറ്റാണ് എന്ന് മനസ്സിലാക്കേണ്ടതില്ല എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്തത് പുതിയൊരു അധ്യായമാണ് ബാബു സലാത്തുൽ ജുമുഅ, ജുമുഅ നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യം. അത് അടുത്ത ക്ലാസ്സിൽ ആരംഭിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് നന്നായി മനസ്സിലാക്കാനും ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ഇബാദത്തുകൾ ചെയ്യാനും നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.